എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു നോളജ് സെഷനിലേക്ക് ഹൃദയം നിറഞ്ഞൊരു സ്വാഗതം. അതേപോലെ തന്നെ ഒരു നന്ദി അറിയിക്കാം. കാരണം നമ്മളൊരാഴ്ച വെയിറ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൃത്യസമയത്തല്ല, ശരിക്കും പറഞ്ഞാല് സമയത്തിന് മുന്നേ ജോയിൻ ചെയ്ത ആളുകൾ ഇതില് ബഹുഭൂരിപക്ഷ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും അതിലപ്പുറത്തുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഒരു അറിവ് നേടാനുള്ള ഒരു ജിജ്ഞാസയൊക്കെ അതിൽ നിന്ന് പ്രകടമാവും. അത് തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ വിജയവും. മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സാർ 2-3 സെഷനിലായി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ മാറിയെടുക്കേണ്ട നമ്മളുടേതായ കുറെ ശീലങ്ങളും അതേപോലെ ശീലങ്ങളുടെ നമുക്ക് ആ മാറ്റിയെടുക്കുന്ന ശീലങ്ങളിലൂടെ വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരവും തുറന്നു കാണിക്കുന്ന ഒരു ബുക്ക്. അത് വാങ്ങി ഷെൽഫിൽ വെച്ച ആളുകൾ ഒട്ടനവധി ഉണ്ട്. വായിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനടക്കം ഇല്ല എന്ന് പറയേണ്ട ഒരവസ്ഥയാണ്. അതെ, കൃഷ്ണകുമാർ സാറൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ വായിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാ എന്ന് പറയാൻ വേണ്ടി ഒരാൾ വരുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ മാഷെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. ഓക്കെ, എന്റെ പ്രിയ സഹോദരൻ മിനീഷ്, അതുപോലെ തന്നെ ഒട്ടനവധി സഹോദരന്മാർ അക്രോസ് ദ ഗ്ലോബ്, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഈ എല്ലാ വ്യാഴാഴ്ചയും നമുക്കിങ്ങനെ ഒത്തുകൂടാനും ചില പുസ്തകങ്ങളെ നമുക്ക് ഒരു പുസ്തകം തുടങ്ങുകയാണ്, ഇത് അവസാനിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു നോളജ് സീരീസ് എന്നാണ് ഇതിന് പറഞ്ഞത്. യാദൃശ്യമായ സംഭാഷണത്തിൽ തുടങ്ങിയ ഒരു മുന്നൊരുക്കവും അതിനുശേഷമുള്ള ഒരു സംഭാഷണത്താണ് ഇത് തുടങ്ങുന്നത്. ഇനിയോ ഇത് താല്പര്യമുള്ള ഒട്ടേറെ ആൾക്കാർ ഇത് പഠിക്കാനുണ്ട്. ഏതായാലും എത്ര ആളുന്ന ഒരു വിഷയമേ ആകാം. പല സാഹചര്യങ്ങൾക്കും പലർക്കും കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റണമെന്നില്ല. ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ, ഒരു അൺഒഫീഷ്യൽ ടോക്കിൽ പറഞ്ഞ പോലെ, ഇതൊരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നവര് ഇത്തരത്തിലുള്ള അറിവുകൾ നേടിയവരാണ്. അറിവുകൾ ഒരാളുടെ സ്വത്തല്ല. ആ അറിവുകളെ നമ്മുടെ സഹോദരങ്ങൾക്ക് എപ്പോഴാണോ നമ്മൾ കൈമാറുന്നത്, അത് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വിജയിക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിന് ആത്മഹർഷം എന്നൊക്കെ പറയാം, എക്സ്റ്റസി എന്നൊക്കെ പറയാം. അങ്ങനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ജീവിതത്തില് തൊട്ടനവധി നമ്മൾ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖിക്കുന്നവരെ കാണാം. അത് സാമ്പത്തികമായിട്ടായിരിക്കാം, കുടുംബപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ. നമ്മുടെ കയ്യിൽ നമ്മുടെ കൺട്രോളിലല്ലാത്ത പല കാര്യങ്ങളുണ്ടാവും. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. ഇത് തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു തീപിടുത്തം നേരിട്ട് കാണേണ്ടി വന്നൊരു സങ്കടകരമായ വാർത്തയുണ്ട്. അവിടെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ ന്യൂസ് ചാനലുകളൊക്കെ നന്നായി അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് എന്തോ എനിക്കറിയില്ല അതിന് കാരണം, പക്ഷെ അത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നി. അതൊക്കെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണ്. ജീവിതത്തില് പലപ്പോഴും കൺട്രോൾ ആയ കാര്യങ്ങളുണ്ട്, അൺകൺട്രോൾ ആയ കാര്യമുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ഒരു മോട്ടിവേഷൻ പുസ്തകവും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കോച്ചസിനും എല്ലാം എനിക്ക് ശരിയാക്കി തരാമെന്ന് പറയാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സിന്റെ പല നിയമങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. യൂണിവേഴ്സൽ ലോയെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഈ പ്രപഞ്ച നിയമങ്ങളെ കുറിച്ചുള്ള ചില അറിവുകൾ കിട്ടിയ ഒരു മനുഷ്യൻ, ഡേവിഡ് ഷുവാർട്സ്, എഴുതിയ ഒരു പുസ്തകമാണ് ഈ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പേരിട്ടത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാം. ഒട്ടനവധി തവണ പല വേദികളിൽ ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റിയപ്പോ ഏത് പുസ്തകമാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് വെച്ചപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് ആണ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിൽ കേൾക്കുന്നവരിൽ ബിസിനസ്സുകാരുണ്ട്, ഇതിൽ സാധാരണ ജനങ്ങളുണ്ട്, ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, പലരുണ്ടാവും. എനിക്കറിയില്ല ഏതൊക്കെ മേഖലയിൽ ആൾക്കാരുണ്ടാവും. എനിക്കല്ല, പലരും കൊടുക്കുന്ന ലിങ്കുകളിലൂടെ കയറുകയാണ്. പലരും ചിലപ്പോൾ ഇത് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു ലക്ഷ്യമില്ല സുഹൃത്തുക്കളെ. ഇത് ഒരു അനുഭവങ്ങൾ, കുറച്ച് എന്റെ ജീവിതത്തിലെ ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനമൊക്കെ പൊതുസമൂഹത്തോട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇന്നലെ എനിക്ക് കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു സ്കൂളിൽ, മയ്യിൽ ALP സ്കൂളിൽ പോകാൻ സാധിച്ചു. അവിടെ ഞാൻ പോയപ്പോ ഞാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായിട്ടുമാണ് ഞാൻ ഇന്ററാക്ട് ചെയ്തത്. അതൊരു ഇംഗ്ലീഷ് സെഷൻ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കൊച്ചു മക്കളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സ്വപ്നം? ഏതാണ്ട് ഒരു 100ഓളം കുട്ടികളിൽ 10-30 കുട്ടികളോട് എനിക്ക് സംസാരിക്കാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരങ്ങൾ എന്നെ ഏറെ ആഹ്ലാദിപ്പിച്ചു. കുറെ ആൾക്ക് ഡോക്ടർ ആവണം, കുറെ ആൾക്ക് എഞ്ചിനീയർ ആവണം, കുറെ ആൾക്ക് പൈലറ്റ് ആവണം, കുറെ ആൾക്ക് എയർ ഹോസ്റ്റസ് ആവണം. ഏറ്റവും രസകരമായ കാര്യം, അവർക്ക് എന്തിനാണ് അത് ആവേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. കുഞ്ഞുമക്കളാണ്. അവർ തുടർന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നെ 1 മണിക്കൂർ നേരം അവർ ഇന്റർവ്യൂ ചെയ്തു. ഞാനും അവരോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. വീണ്ടും ഞാൻ അവിടെ പോകുന്നു. അതിലൊരു മോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോളെ നിന്റെ ആഗ്രഹം എന്താണ്? അവൾ പറഞ്ഞു, എനിക്ക് എന്റെ കമ്പനിയുടെ CEO ആവണം, CEO ഓഫ് മൈ കമ്പനി. ഞാൻ ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് ഞാൻ ഷോക്ക്. കാരണം ഒരു 5ാം ക്ലാസ് കാര്യം അത് പറയുമെന്ന് വിശ്വസിച്ചില്ല. അവരോട് ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് അതാവുന്നത്? സാർ, എനിക്കൊരു മില്യണർ ആവണം. അതൊരു അനുഭവം. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു കുട്ടിയുമായി മറ്റൊരു സ്കൂളിലെ ഒരു ബാംഗ്ലൂരിലെ ഒരു വിദ്യാർത്ഥിയായിട്ട് സംസാരിക്കാനിടയായി.
അവൻ ബാംഗ്ലൂർ ഒരു വലിയൊരു സ്കൂളാണ് പഠിക്കുന്നത്. അവരുടെ അച്ഛനൊരു ബിസിനസ്സാണ്. ഞാൻ അവനോട് ചോദിച്ചു വാട്ട് ഇസ് എ ഡ്രീം. അവൻ പറഞ്ഞു അങ്ങനെ ഡ്രീം ആയിട്ടൊന്നും പറയാനില്ല സാർ, എങ്കിലും ഈ ടോൾഡ് മീ ദാറ്റ് ഹി വാണ്ടഡ് ടു ബി എ ബിസിനസ്മാൻ. ഞാൻ എന്തിനാണ് ഒരു ബിസിനസ്സുകാരനാവുന്നത്? എന്റെ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നവരോടും എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവൻ പറഞ്ഞ ഉത്തരം എന്നെ നേരെ ആഹ്ലാദിച്ചു. മൈ റോൾ മോഡൽ ഇസ് രത്തൻ ടാറ്റ. ഞാൻ ചോദിച്ചു എന്താണ് രത്തൻ ടാറ്റയിൽ സ്വാധീനിച്ചത്? ഹി ഡിഡ് ദ ബിസിനസ് നോട്ട് ഫോർ ഹിസ് ഓൺ പർപ്പസ്, ഓൺലി ഫോർ സർവീസ്. സേവനത്തിനാണ് അദ്ദേഹം ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചുമകനെ 9ാം ക്ലാസ്സുകാരനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് തോന്നി. എന്റെ ഒരു സുഹൃത്തും ഷനോജ് മാഷ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യത്രേ ഉള്ളൂ, കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ ഇതേപോലുള്ള പുസ്തകങ്ങൾ കൂടെ നമ്മൾ പഠിപ്പിക്കണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത്തരം മോട്ടിവേഷണൽ പുസ്തകങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് 30 വർഷം അധ്യാപകനും അതോടൊപ്പം ഹെഡ് മാസ്റ്ററും ഒരുപാട് തവണ 20 വർഷത്തോളം സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പറുമായി എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ മോട്ടിവേഷൻ സ്റ്റോറീസ് വരാൻ തുടങ്ങി. ജീവിതത്തിലെ ഓൺട്രപ്രണേഴ്സിനെ കുറിച്ച് ആദ്യമായി 10ാം ക്ലാസ്സിലെ സിലബസിൽ ഇത്തവണ ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്തിയത് ആ കേരളത്തിലെ അത്യാവശ്യം 1,200 അധ്യാപകരോട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ഒരു ഹെഡ് മാസ്റ്റർ ആയത്. എന്റെ ചോദ്യത്തിനേ ഉള്ളൂ, മാജിക് ഓഫ് തിങ്കിങ് പിക്ക് എന്ന പേര് പോലും ചിന്തയുടെ വലുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ പുസ്തകത്തിൽ ഒട്ടേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ പുസ്തകം നിർബന്ധമായി വാങ്ങണം. അത് വാങ്ങിയേ പറ്റൂ. അത് ഓൺലൈനിൽ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതിന് മലയാളവും കിട്ടാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഡേവിഡ് ഷ്വാർട്സ് എഴുതിയിരിക്കുന്നത്. ഇതൊരിക്കലും ആ പുസ്തകത്തിന്റെ കഥ പറഞ്ഞു തരലല്ല. ആ പുസ്തകത്തെ നിങ്ങളെ ഘടന ആകർഷിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ ചിന്തിക്കരുത്, ഇയാളെല്ലാം എന്തുകൊണ്ട് പറയുന്നില്ല. ഒരിക്കലും സുഹൃത്തുക്കളെ ഞാൻ പറയില്ല. ഒരു സിനിമയുടെ പൂർണ്ണമായ രംഗങ്ങൾ പറഞ്ഞാൽ ആ കഥ, ആ സിനിമ കാണാൻ നിങ്ങൾക്ക് ഒട്ടും രസം ഉണ്ടാവില്ല. അതിനാൽ ഇതുവരെ, കാരണം ഇതുവരെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനി കഥ ഇതുവരെയിലേക്ക് നമ്മളെ അത് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ തുടങ്ങിയത് 1ാമത്തെ ചാപ്റ്റർ നമ്മൾ അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പേരാണ്. നമ്മുടെ കൊടുത്തിരിക്കുന്നത് ഈ മഹാനായ ഈ ഇൻസ്പിറേഷണൽ കോച്ച് എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം കൊടുത്തത് ആദ്യമായി കേൾക്കുന്നവർക്ക് ഞാൻ കഥ ഒന്ന് ചുരുക്കത്തിൽ പറയാൻ, മറ്റും വായിക്കുന്ന 2-3 വർഷമായിട്ട് ബിലീവ് യു ക്യാൻ സക്സീഡ് ആൻഡ് യു വിൽ. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തും ഏത് വിജയവും നേടാൻ പറ്റും. അതിനുവേണ്ടി ജീവിതത്തിന്റെ സക്സസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. എന്താണ് വിശ്വാസം, എന്താണ് വിശ്വാസമില്ലായ്മ എന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ ഒരു വിജയത്തിന്റെ ഒരു ടൂളാക്കി മാറ്റുക എന്ന് പറഞ്ഞു. ഒബ്സർവേഷൻ വേണം, അങ്ങനെ പല കാര്യങ്ങളും 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞത് ക്യൂർ യുവർ സെൽഫ് ഓഫ് എക്സ്പീരിയൻസ്. നമുക്കൊക്കെയുള്ള മാനസിക രോഗമില്ലേ പ്രിയപ്പെട്ടവരെ? മാറ്റിവെക്കൽ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാതെ തന്നെ കുറച്ച് കഴിഞ്ഞ് ജോയിൻ ചെയ്യാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. ഏതായാലും ക്യൂർ യുവർ സെൽഫ് ഓഫ് എക്സ്പീരിയൻസ് ഇസ് ദ ഫെയിലർ ഡിസീസ്. നമ്മുടെ ആ ഒഴിവ് കഴിവ് രോഗം നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ. അത് എനിക്ക് അസുഖം എന്ന് പറഞ്ഞാവാം, എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയാം, എനിക്ക് വയസ്സിനെ കുറിച്ച് പറയാം, എന്റെ ഭാഗ്യത്തെ കുറിച്ച്. ഈ ലോട്ടറി ഒക്കെ എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇപ്രാവശ്യവും ലോട്ടറി എടുത്തിട്ട് അസ്വസ്ഥരായ ഒട്ടേറെ ആൾക്കാരുണ്ടാവും. അവരൊക്കെ പറയുന്നത് ഞാൻ നിർഭാഗ്യവനാണ്. പ്രിയപ്പെട്ടവരെ, അല്ല, നിങ്ങൾക്ക് ലോട്ടറി അല്ല ഭാഗ്യം എന്ന് തിരിച്ചറിയേണ്ട ഒരു വിജ്ഞാനമെങ്കിലും ഈ പ്രഭാഷണം ലഭിക്കട്ടെ. 3ാമത്തെ സബ്ജക്ട് ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ട്രോയ് ഫിയർ എന്നാണ്. നിങ്ങൾ കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫിയറിനെ നിങ്ങൾ കളയണം. ആത്മവിശ്വാസം എന്ന അതിശക്തമായ ആയുധം നമുക്കുണ്ട്. ആ ആയുധത്തെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഭയത്തെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് ഭയത്തെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ, ആക്ഷൻ ക്യൂർസ് ഫിയർ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ പോയത് ഹൗ ടു തിങ്ക് ബിഗ് എന്നാണ്. എങ്ങനെ വലുതായി ചിന്തിക്കാം എന്നാണ് അവിടെ ഡേവിഡ് ഷ്വാർട്സ് പറഞ്ഞു തന്നത്. അതിനുവേണ്ടി പറഞ്ഞ പല കാര്യങ്ങൾ, സ്വയം ഞാൻ ഒന്നും കൊള്ളാത്തവനാണെന്ന് ചിന്തിക്കാതെ എനിക്ക് പലതും പറ്റുമെന്ന് ചിന്തിക്കുന്ന ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ മാറുക. നമുക്ക് വിജയത്തിന്റെ ഭാഷകളിലേക്ക് പോകാം. അതുപോലെ തന്നെ ആ കാഴ്ചപ്പാടിന്റെ വലിപ്പത്തരത്തിലേക്ക് പോകാം. നമ്മൾ ജീവിതത്തിലെ മൂല്യങ്ങൾ കൂട്ടിവെക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ വന്ന അധ്യായം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത ഹൗ ടു തിങ്ക് ആൻഡ് ഡ്രീം ക്രിയേറ്റീവ്ലി, എങ്ങനെ ക്രിയാത്മകമായി ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന മറ്റൊരു പുസ്തകമുണ്ട്, ക്രിയാത്മക ചിന്തയും ജീവിത വിജയവും. ആ പുസ്തകം നിങ്ങൾക്ക് പല ആമസോണിലൊക്കെ കിട്ടും. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നമ്മളൊരു മോട്ടിവേഷണൽ ബുക്ക് സീരീസ് വീട്ടിൽ വാങ്ങി ഷെൽഫ് ഡെവലപ്മെന്റിന് അല്ലാതെ സെൽഫ് ഡെവലപ്മെന്റ് ഉപയോഗിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഹൗ ടു തിങ്ക് ആൻഡ് ഡ്രീം ക്രിയേറ്റീവ്ലി, എങ്ങനെ ചിന്തിക്കാം. അതിന് സ്റ്റെപ്പ് 1 പറഞ്ഞു, എനിക്കത് പറ്റുമെന്ന് ചിന്തിക്കുക. അതിനുശേഷം 2ാമത് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മനസ്സിന് തന്നെ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും.
പ്രോബ്ലത്തെ ഉണ്ടാക്കുന്ന മനസ്സിന് സൊല്യൂഷൻ പറ്റും. എന്നിട്ട് ഈ അതിനെ എങ്ങനെ അത് ഇല്ലാതാക്കാം, അതുകൊണ്ട് ആദ്യം ഇമ്പോസിബിൾ എന്ന വാക്ക് ഒഴിവാക്കാൻ പറഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് സ്ഥിരമായി ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമായി പുറത്ത് കടന്നു ചിന്തിക്കാൻ നമ്മൾ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. പുതിയ പുതിയ ആശയങ്ങളും എക്സ്പീരിയൻസസിനെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് നമുക്കൊരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം, അല്ലാണ്ട് എല്ലാം തകർന്നു എന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ 6. ഇനി ഒന്നും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. യു ആർ വാട്ട് യു തിങ്ക് യു ആർ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആവുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ 6ാമത്തെ ചാപ്റ്റർ അവസാനിച്ചത്. ഇവിടെ ഇനി 7ാമത്തതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിന്റെ പേര് മാനേജ് യുവർ എൻവയൺമെന്റ് ഗോ ഫസ്റ്റ് ക്ലാസ് എന്നാണ്. മാനേജ് യുവർ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ എൻവയൺമെന്റിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിക്കണം. പലർക്കും പറ്റാത്തൊരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സുഹൃത്തുക്കളെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആവശ്യമുള്ളത് കുറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് വേർഷൻ കിട്ടാനുള്ള സൗകര്യങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കണം. യാത്രയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്ന പല ഓഡിയോ ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന 100 മേലെ ആൾക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യം, പ്ലീസ് ലിസൺ ദിസ് കണ്ടിന്യൂസ്ലി. കാരണം നമ്മുടെ ന്യൂറോൺസിലേക്ക് പുതിയ പുതിയ ചിന്തകൾ വരുമ്പോൾ മാത്രമേ അത് മാറൂ സുഹൃത്തുക്കളെ. ഒരു മരമായി കിടക്കുന്ന ഒരു നെഗറ്റിവിറ്റിയുടെ ഉൽപ്പന്നമാണല്ലോ ഭൂരിഭാഗമായ നമ്മളും. അപ്പൊ ഇവിടെ പറഞ്ഞ എൻവയൺമെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. മാനേജ് യുവർ എൻവയൺമെന്റ് ഗോ ഫസ്റ്റ് ക്ലാസ്. നമ്മള് മനസ്സിന്റെ ഒരു ശക്തിയെ കുറിച്ചാണ് ഇവിടെ ശിവാഷ് തുടങ്ങുന്നത്. യുവർ മൈൻഡ് ഈസ് എ പവർഫുൾ ടൂൾ that can lead to either success or failure depending on how it is nurtured. വളരെ മനോഹരമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തന്നെ ബന്ധുവും ശത്രുവും നിങ്ങളാണെന്ന് ഗീതയിലും ഭഗവത്ഗീതയിലും അല്ലെങ്കിൽ ഖുർആനിലോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ആത്മീയ ബന്ധുരാത്മന ആത്മീയ രിപുരാത്മന, അതായത് ആത്മാവിന്റെ ശത്രു നമ്മൾ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന ഗീതാ ശ്ലോകം എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അതാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ മനയവ മനുഷ്യാണ്. നിങ്ങൾ മനസ്സാണ്. നിങ്ങൾക്ക് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്തുമാവാം. അതാകുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇങ്ങനെ. ഇതാണ് ഇവിടെ ആദ്യം പറയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ അതിശക്തമായ 2 മുഖങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിലയിരുത്തൽ. ഇനി നമ്മൾ ഇതിൽ എത്ര പേര് ഇരിക്കുന്നു എനിക്കറിയില്ല. 192 ആൾക്കാരുണ്ട്. സന്തോഷം 10 ആൾക്കാരോട്. എന്റെ ഒറ്റ ഉത്തരവുള്ളൂ, നിങ്ങൾ ഇനി ഈ പറയുന്ന 1 മണിക്കൂർ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്ന ഒരാളുമാവട്ടെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. തീപിടുത്തത്തെ കുറിച്ച് പറയുമ്പോ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിലെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കണ്ടുപിടുത്തം നടത്തി. അങ്ങനെ അദ്ദേഹം നേടിയ പണം കൊണ്ട് ഒരു വലിയ ഫാക്ടറി സൃഷ്ടിച്ചു. ആ ഫാക്ടറി ഒരു ദിവസം അശ്രദ്ധ കൊണ്ട് തീപിടിച്ചു. തീപിടിച്ച സമയത്ത് ഈ എഡിസൺ ചെയ്തെന്താണെന്നറിയോ? തന്റെ മകനോട് പറഞ്ഞു, മോനെ നീ പോയിട്ട് നിന്റെ അമ്മയെ കൂട്ടിയിട്ട് വാ. അമ്മ വന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്റെ ഭർത്താവിന്റെ എല്ലാ പ്രതീക്ഷകളും കത്തിച്ചാമ്പലാവുന്നതാണ്. അവിടെ ചിരിച്ചുകൊണ്ട് എഡിസൺ പറയാണ്, ഇനി മേലാവിൽ ഇങ്ങനത്തെ ഒരു തീപിടുത്തം നിനക്ക് കാണാൻ പറ്റൂല മോളെ ഭാര്യയെ. അതുകൊണ്ട് ആശ്രയിക്കും ഈ തീപിടുത്തം. ആ ഭാര്യയ്ക്ക് തോന്നിയാക്ക് വട്ടാണ്. കുറച്ചു കഴിയുമ്പോൾ ആ തീപിടുത്തം അവസാനിച്ചു. അതിൽ നിന്ന് ഒരു പിടി ചാരവും എടുത്തുകൊണ്ട് എഡിസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ എന്റെ ജീവിതം ആരംഭിക്കും. പിന്നീടുള്ള 3 വർഷമാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് എന്ന് മോട്ടിവേഷൻ പുസ്തകം വായിക്കുന്ന, ക്ലാസ്സുകൾ കേൾക്കുന്ന പലർക്കും അറിയാം. ഇവിടെ ചോദ്യം എഡിസണ് മാത്രമേ കഴിവുള്ളൂ എന്നാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഷിവാർട്സ് പറയുന്നത്, ദ പവർ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് തന്നെ സക്സസ് ഫെയിലിയർ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ എന്ത് വേണമെന്നറിയോ സുഹൃത്തുക്കളെ? നിങ്ങൾ ശരീരത്തിന് കൊടുക്കുന്നത് പോലത്തെ ഫുഡ് മനസ്സിന് കൊടുക്കണം. പലരും ശ്രദ്ധിക്കാത്ത കാര്യം, നമ്മൾ ശരീരത്തിന് നല്ല ഫുഡ് ഇഷ്ടം പോലെ കൊടുക്കും. ഇപ്പൊ കൊടുക്കുന്ന ഫുഡ് വളരെ ഡേഞ്ചർ ആണ്, അത് വേറെ കാര്യം. എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിന് എത്ര പേർ ഫുഡ് കൊടുക്കാറുണ്ട്? വളരെ കുറച്ചല്ലേ സുഹൃത്തുക്കളെ? ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയൺമെന്റ്. ഈ സെഷന്റെ അവസാനം നമുക്ക് ഇന്ററാക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയൺമെന്റ്, അതായത് അടുത്ത അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യങ്ങൾക്ക് വലിയൊരു സ്വാധീനമാണ്. അദ്ദേഹം പറയുന്നത് യുവർ എൻവയൺമെന്റ് സിഗ്നിഫിക്കന്റ്ലി ഷേപ്സ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ, ഹാബിറ്റ്സ്, നിങ്ങളുടെ ശീലങ്ങളെ
ആൻഡ് പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആ വ്യക്തിത്വത്തെ തന്നെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവിക്കുമ്പോ നിങ്ങൾക്ക് പലതരത്തിലെ വിശ്വാസങ്ങളാണ് ഉണ്ടാവുക. സപ്പോസ് നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളിൽ ഒരു പോസിറ്റീവ് ഉണ്ടാക്കൽ വലിയ പണിയാണ്. പറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലരുണ്ടായിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ കുറിച്ച് ഇനി മുതൽ പഠിക്കാൻ പോവാം. രമേശൻ എന്ന ഞാൻ ആരോട് സംസാരിക്കുന്നു, ഞാൻ ആരോടൊക്കെയാണ് ഇടപഴകുന്നത് എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു വലിയ സ്വപ്നം കണ്ടിട്ട് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും താഴേക്ക് പിടിച്ചു വലിക്കുന്ന കൂട്ടുകാരെ ഒഴിവാക്കുക. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എപ്പോഴും എന്നെ ഫോൺ വിളിക്കും. അദ്ദേഹം ദുബായിൽ നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക നഷ്ടവുമായി വന്ന ഒരു മനുഷ്യനാണ്. വർഷങ്ങളായി എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഇനി മേലാൽ എന്നെ രാവിലെ വിളിക്കരുത് പ്രിയപ്പെട്ട. കാരണം വിളിച്ചോടനെ ഇയാൾ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങും. എന്താ സംഭവം എന്ന് പറയാം, എന്റെ ബ്രെയിൻ ഡാമേജ് ആവും. ഇപ്പൊ എന്നെ വിളിക്കാൻ പറ്റാറില്ല, കാരണം എന്റെ ഒരു ഫ്രീക്വൻസി മാറിയപ്പോ കക്ഷി അധികം വിളിക്കാറില്ല. ഇവിടെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മെല്ലെ മാത്രമേ പാടാൻ പോകുന്നത്. ഒരു പെട്ടെന്ന് എടുത്ത് തീർത്തിട്ട് ആർക്ക് കരാറൊന്നും പൂർത്തീകരിക്കാനില്ല. നിങ്ങളുടെ ചുറ്റുപാട് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അതാണ് നിങ്ങളുടെ ചിന്തകൾ. അതാണ് നിങ്ങളുടെ ചിന്തകൾ. ഞാൻ ഈ സെഷനിലേക്ക് കയറുന്നതിന് മുമ്പേ താഴെ കുടുംബവുമായിരിക്കുന്ന സമയത്ത് എന്റെ മകൻ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരൂ. നോക്കുമ്പോഴേക്ക് അവിടെ നേരെ ഒരു വളരെ ദൂരെ ലൈറ്റില് ഒന്നും ഒരു രൂപം കാണുമെന്ന് പറഞ്ഞു. അച്ഛാ, ഏച്ചി പറയുന്നത് അതൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഏച്ചിക്ക് ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് നോക്കാം. ഞങ്ങൾ അതിനെ നോക്കിയപ്പോ അത് വെറും ഏതോ ഒരു മരം എന്തൊക്കെയായിരുന്നു. പക്ഷെ അത് ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിപ്പോയാൽ എന്റെ മകൾക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു ചിത്രമാണ്. ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യമാണ് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നത്. വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന മെന്റൽ ഫുഡിലാണ് നിങ്ങൾ ആദ്യം മാറ്റം വരുത്തുന്നത്. എല്ലാ വ്യാഴാഴ്ചയും എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം വെക്കുന്നത്? എന്തിനാ 9:15 വെക്കുന്നത്? നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഫുഡ് കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. അതായത് ഇനി ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മൊബൈൽ നോക്കരുത്. ഈ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വാട്സപ്പിലേക്കൊന്നും മാറരുത്. നിങ്ങൾ ശാന്തമായി പോയി മലർന്ന് കിടക്കൂ. എന്നിട്ട് ചിന്തിക്കൂ, എന്റെ മെന്റൽ ഫുഡ് എങ്ങനെ. അതുകൊണ്ടാണ് പറയുന്നത്, യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ തോട്ട്സ് എന്ന് പറയുന്ന ഒരു കോട്ട്. ഈ തോട്ട്സ് എങ്ങനെ ഉണ്ടാവുന്നു? ചുറ്റുപാടുള്ള ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത്. ഞാൻ അവർക്ക് നേരത്തെ പറഞ്ഞ ബൈബിൾ വാക്യം. ഇവിടെയാണ് ബയോളജി ഓഫ് ബിലീഫ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും ചില പുസ്തകങ്ങൾ. നിങ്ങൾ വായിക്കുന്നവരുണ്ട്, ഒരുപാട് പണ്ഡിതരുണ്ട് ഈ കാര്യത്തിൽ, ഒരുപാട് എന്തൂസിയാസ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് ബയോളജി ഓഫ് ബിലീഫ്, ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ. അതെ. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളെ റീകണ്ടീഷനിങ് ഫോർ സക്സസ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് നിരാശക്കല്ല. നമ്മൾ ഏത് വിഷയത്തിലാണോ വിജയം, ഞാൻ പറയട്ടെ, ഇതൊരു സാമ്പത്തിക വിജയം മാത്രം കൊടുക്കുന്ന ഒരു ക്ലാസ് ഒന്നല്ല. നിങ്ങൾ സമ്പന്നനാവണമെന്ന് നിങ്ങൾ തോന്നുമെങ്കിൽ ആ വിജയം അല്ല. എനിക്ക് നല്ലൊരു കവിയായാൽ മതിയെങ്കിൽ അത് മതി. എനിക്ക് നല്ലൊരു പാചകം ചെയ്യുന്ന ആളാണെങ്കിൽ അത് മതി. എനിക്ക് ഒരു റിഫർമേറ്റീവ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതും മതി. അങ്ങനെയുള്ളവരുടെ സക്സസിനെ എങ്ങനെ റീകണ്ടീഷൻ ചെയ്യാം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വേണം. ആ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ പലതരം ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നത്. ഒന്ന്, സറണ്ടേർഡ് ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ആദ്യമേ പറയും, നമ്മൾ ദരിദ്രരാണ്, നടക്കില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും വിജയിക്കാനാവില്ല, നീ ഒന്ന് ശ്രമിക്കണ്ട കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിജയിക്കാൻ ശ്രമിച്ചാൽ ഒരു ഗുണമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അതിൽ ആദ്യമായ അഭിപ്രായം പറയും. അവർ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? രമേശ, നടക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് ഉള്ളതുകൊണ്ട് നിനക്ക് വട്ടല്ലേ, വല്ല ആവശ്യമുണ്ട്, കിടന്നുറങ്ങിയാൽ പോരെ എന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ. അതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ല, ആരും എന്നോട് സംസാരിക്കാൻ വരാറില്ല. രണ്ടാമത്തെ ടീം അത്രയുമില്ല, പാർഷ്യലി സറണ്ടേർഡ് ഗ്രൂപ്പാണ്. ചിലപ്പോൾ രക്ഷപ്പെട്ടെങ്കിലായി എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവരും നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, നോൺ സറണ്ടേർഡ് ഗ്രൂപ്പ്. ഞാൻ ഒരാൾ പറഞ്ഞാലും അടങ്ങൂല. അത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ വിജയിച്ച് അടങ്ങൂ എന്ന് ചിന്തിക്കുന്ന അതിശക്തമായ ആഗ്രഹമുള്ള ഈ വേദിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, നോൺ സറണ്ടേർഡ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ എന്ത് വേണം? അവരെ കൂട്ടത്തിലായിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ, മിനീഷിനെ ഞാൻ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ മിനീഷ് രാവിലെ എഴുന്നേറ്റ് കുറെ വേവലാതി പറയുന്നുണ്ടെങ്കിൽ അപ്പുറം എന്റെ ജീവിതം പോക്കാവും.
പകരം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കുക എന്നുള്ളതാണ് രാവിലെ. ഇപ്പൊ ഞാൻ പലർക്കും മെന്ററിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ മെന്ററിങ് ടോക്ക് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ മോർണിംഗിലായി. എന്തുകൊണ്ടാ? ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയ അന്നത്തെ ദിവസം ഉഷാറാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോൺ സറണ്ടർ ഗ്രൂപ്പിൽ വേണമെന്നാണ് പ്രിയപ്പെട്ട ഡേൽ ഷുവാർട്സ് പറയുന്നത്. എന്താണെന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. വളരെ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പറയട്ടെ. നിങ്ങൾ ഒരിക്കലും കീഴ്പ്പെടില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ തകരില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ കൂട്ടായ്മയിലായിരിക്കണം നമ്മൾ എപ്പോഴും. അതിന് ഈ കൂട്ടായ്മയിലൊക്കെ വന്ന് ജോയിൻ ചെയ്താൽ മതി. മിക്കവാറും നിങ്ങൾ അങ്ങനെ ആയിക്കോളും. എന്നിട്ടോ നിങ്ങളുടെ കമ്പനിയെ ചൂസിങ് യുവർ കമ്പനി വൈസ്ലി. കമ്പനി പറഞ്ഞ സ്ഥാപനമല്ല, നിങ്ങളുടെ കൂട്ടുകാർ. ബിൽ ഗേറ്റ്സ് ഒക്കെ പണ്ട് പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, നിങ്ങളുടെ 5 പേരുടെ സുഹൃത്തുക്കളുടെ ആവറേജ് ഇൻകം ആയിരിക്കും നിങ്ങളുടെ എന്ന് പറഞ്ഞ് വളരെ സത്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഏത് നിലയിലുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒരു കടലാസിൽ എഴുതി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേര് എഴുതി നോക്കുക. അവരെല്ലാം നിങ്ങൾ ലെവലായി. അങ്ങനെ വരൂ. ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ വർക്ക് ചെയ്യും. അപ്പോ നിങ്ങൾ എങ്ങനെയുള്ളവരോട് കൂടെ വേണം? പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ കൂടെ വേണം. നമ്മുടെ ചിന്തകളെ പ്രചോദിപ്പിക്കുന്നവരുടെ കൂടെ വേണം. എൻഗേജ് വിത്ത് പീപ്പിൾ ഹു അപ്ലിഫ്റ്റ് യുവർ തോട്ട്സ് ആൻഡ് ഇൻസ്പയർ അംബിഷൻ. അതായത് നമ്മുടെ ചിന്തകളെ ഉയർത്തി നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന, അതും ആരെയും പറ്റിക്കാനല്ല, നിഷ്കാമ കർമ്മത്തിലൂടെ നിഷ്കാമമായി നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം വളരെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും. rather than those who dwell on negatively or gossip. നമ്മളെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് പറയുന്നത് വളരെ ശരിയാണ്. എഴുതിയത് അതായത് മറ്റുള്ളവരുടെ കുറിച്ച് മലയാളത്തിൽ പറഞ്ഞ നുണ പറയുക. നുണയല്ല, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവരടുത്ത് ദയവ് ചെയ്ത് പോകരുത്. നിങ്ങൾ പറയാറ്, നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് പറയുന്നവരടുത്ത് നിൽക്കരുത്. ആശയങ്ങളെ കുറിച്ച് പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് വരും. ഏതായാലും എന്റെ ഒരു ലക്ഷ്യം ഒരു ആശയങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നോൺ സറണ്ടേർഡ് കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്ന വിവരം കൂടി ഈ വേദി അറിയിക്കട്ടെ. ചൂസിങ് നിങ്ങൾക്ക് ഈ പുതുതായി വന്നവർക്ക്, ഇത് ആദ്യമായി കേൾക്കുന്നവർക്കൊക്കെ മിനീഷ് നമ്പർ നൽകുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്സ്, ഇതിലൊരു ബിസിനസ്സും ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചോളം എന്തെങ്കിലും ഫർദർ ആയിട്ട് എനിക്ക് ചെയ്യണം എന്നുള്ളവർക്ക്, അതായത് ഒരു വിജയത്തിന്റെ, നിരാശയുടെ പടുകുഴിയിലൊക്കെ വീഴുമ്പോൾ എന്റെ നമ്പറിലേക്ക് വിളിക്കാം. ഐ എം ഓൾവേസ് വിത്ത് യു ടു ഹെൽപ്പ് യു ചൂസിങ് യുവർ കമ്പനി വൈസ്ലി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കമ്പനി ഒന്ന് ഗോസിപ്പ് ഒഴിവാക്കുക. നിങ്ങളുടെ ചുറ്റുപാട് ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നുണ്ടാവും. അതിൽ ഭാര്യ എപ്പം വന്നിട്ട് നെഗറ്റീവ് പറയുമെങ്കിൽ ദയവ് ചെയ്താ ഭാര്യ ഒഴിവാക്കുക. ഡൈവേഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവളോട് പറയാം, നീ എന്നെ ഒഴിവാക്കി, ഞാനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂടെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ക്രമേണ അവരെ മാറ്റാം. അതായത് അവരുടെ സൈക്കോളജിക്കൽ ഓർ സോഷ്യൽ 2 തരത്തിലുള്ള എംപ്ലോയ്മെന്റ്. ഒന്ന് മാനസികം, 2 സാമൂഹികം. അതില് നമ്മള് മാനസികം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഓൺ തോട്ട്സ് ആണ്. സോഷ്യൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ സ്വാധീനിക്കുന്നവർ. ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതായത് മറ്റൊന്ന് ഞാൻ അന്ന് പറഞ്ഞു, നമ്മുടെ സെൽഫ് ടോക്ക്. അതിനെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലെ പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള സംഭാഷണവും ഇതേപോലെ ആയിരിക്കണം. നിങ്ങളുടെ കമ്പനിയാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് പറയാണ്, രമേശ ഇതൊന്നും ശരിയാവില്ല, കാര്യമില്ല, പോക്കന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമ്പനി തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. പകരം രമേശ നോക്കാം, ലെറ്റസ് ഗോ, ലെറ്റസ് ട്രൈ, നമുക്ക് വരുമ്പോലെ കാണാം, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ആക്റ്റീവ് ആൻഡ് അഡ്വൈസ് ആൻഡ് സോഷ്യൽ എൻവയറൻമെന്റ്സ്. നമ്മൾ വിജയിച്ച ആൾക്കാരിൽ നിന്ന് ഒരു നിർദ്ദേശങ്ങൾ ചെയ്യണം. ഇപ്പൊ മെന്റർ എന്ന് പറയുന്ന ഒരു വാക്ക്, അനുഭവ സമ്പന്നരിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. പലരും അഭിപ്രായം പറയുന്നത് അല്ല അന്വേഷിക്കുന്നത് അനുഭവ സമ്പന്നരോടല്ല, ആരുടെയൊക്കെയോ അനുഭവം, എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ കൂടുതൽ. ഇപ്പൊ ഒരു അസുഖം വന്നു, ഏത് ഡോക്ടറെ അടുത്ത് പോകണമെന്ന് ഒരു നല്ല എക്സ്പേർട്ടായ ഒരു മെഡിക്കൽ പ്രൊഫഷണലോടാണ് ചോദിക്കേണ്ടത്. പകരം ഏതെല്ലോ കണ്ടവർ അന്നാ ഡോക്ടറെ അടുത്ത് പോകുന്ന പറഞ്ഞ എത്ര പേരുണ്ട്, എത്തരത്തിൽ അപകടത്തിൽ പെടുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിജയയാത്രയിൽ, യാത്ര വിജയ പരാജയം നിങ്ങൾ തീരുമാനിക്കും. ഈ വിജയയാത്രയിൽ നിങ്ങളെ ഒരു അഡ്വൈസ് ചെയ്യുന്ന, ഗൈഡൻസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തണം. മേ ബി എ മെന്റർ ഓർ സംതിങ്. മറ്റൊന്ന്, നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. മീറ്റിംഗ് ന്യൂ പീപ്പിൾ. നമ്മൾ ചിലവരുണ്ട് ആരുടെ മിണ്ടൂല. ഇപ്പം വലിയൊരു പ്രത്യേകതയുണ്ട്, ബസ്സിലൊക്കെ യാത്രയാണെങ്കിൽ എല്ലാവരും അവനവന്റെ ഉരക്കലിൽ മാത്രമാണല്ലോ ശ്രദ്ധ, മറ്റുള്ളവരെ നോക്കാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിശബ്ദ സൈലന്റ് വാലി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻറ്റയർ സമൂഹം എന്ന് പറയുന്നത്. അതിന് പകരം നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരുടെ ആശയങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അവരുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് വിലയിരുത്തുക, പറ്റുമെങ്കിൽ അവരോട് യോജിക്കുക. അങ്ങനെ മെന്റൽ ലാൻഡ്സ്കേപ്പ് വളർത്തുക. നമ്മുടെ ആ ഒരു ഭൗമ തലം തന്നെ അങ്ങോട്ട് മാറ്റി നമ്മൾ
പുതിയ പുതിയ പറ്റിയ ആൾക്കാരെ അല്ലാണ്ട് അപകടത്തിൽ ചാടുന്നത് നല്ല നല്ല ആൾക്കാർ കൂട്ടുകാർ വരെ. ഇപ്പൊ ഇന്ന് ഇവിടെ പുതിയ വന്നവരുണ്ടാവും, സ്ഥിരം വരുന്നവരുണ്ടാവും. ഇതൊക്കെ തന്നെ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് വളർന്നുകൊണ്ടിരിക്കാം. അതേപോലെ ഏറ്റവും വലിയൊരു വിഷത്തെ കുറിച്ചാണ് ഇനി നമ്മുടെ ഡേവിഡ് ശുഭാഷ് പറയുന്നത്. എന്താണ് വിഷം എന്നറിയോ? തോട്ട് പോയിസൺ, ചിന്താപരമായ വിഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷങ്ങളില്ലേ? അതൊന്നുമല്ല, ചിന്തകളാകുന്ന വിഷം. എനിക്ക് തോന്നുന്നു ഒരുപാട് തോട്ട് ടോക്സിൻസ് നമ്മുടെ കൂടെ ഉണ്ട്. ടോക്സിക് പീപ്പിൾ ഓഫ് തോട്ട്സ്. ഇനി സങ്കടം തോന്നുന്നൊരു കാര്യം എന്നറിയോ? ഒരു പൊതുസമൂഹത്തില് ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരുടെ കൂടിക്കൊണ്ടിരിക്കണം. സകലരെയും നശിപ്പിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുന്നവർ. അവിടെ ഒരു പ്രചോദനത്തിന്റെ ഒരു കൈത്തിരി ഒന്ന് കത്തിച്ചു വെക്കാൻ പറ്റാത്തവരാണ് ഇപ്പോൾ. നമുക്കത് മാറണം. ഈ ഇരിക്കുന്ന ഈ 10-20 പേരെങ്കിലും അതിലേക്കൊന്ന് മാറണം എന്നാണ് എന്റെ അഭ്യർത്ഥന. തോട്ട് പോയിസൺ എന്ന് പറയുന്ന ചിന്താപരമായ വിഷം, വേണ്ടാത്ത ചിന്തകൾ എന്നർത്ഥം. എന്നിട്ടോ പെർസ്യൂ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യം. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫാണ് കൂട്ടേണ്ടത്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല. പലരും പറയും ഞാനൊരു ശതകോടീശ്വരനായിട്ടൊന്ന് സന്തോഷിക്കാം. നടക്കില്ല. ഈ നിമിഷം നിങ്ങൾക്ക് എത്രയൊക്കെ സന്തോഷിക്കാൻ പറ്റും. ആ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറയുക, നിമിഷങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ കുത്തിട്ടാൽ ഡോട്ട് സൈക്കോളജി അങ്ങനെ വെച്ച് കഴിഞ്ഞ് പോകുമ്പോ ഓരോ കുത്തും ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഓരോ മിനിറ്റും നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അവിടെ ഒട്ടുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ പോകുന്ന പോലെ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം, നല്ല എക്സ്പീരിയൻസസിലേക്ക് മാറണം. എങ്കിലേ ലോങ് ടേം സാറ്റിസ്ഫാക്ഷനും സക്സസ്. അതായത് ചെറിയ സക്സസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഡേവിഡ് ശുഭാഷും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു ദീർഘകാലമായ സന്തോഷം, സംതൃപ്തി. ഗാന്ധിജി എടുത്താൽ, ഗാന്ധിജി എത്രയോ വർഷങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ, അല്ലെങ്കിൽ 3-ാം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചത്. അത് അവസാനം നേടുമ്പോഴും അദ്ദേഹത്തിന് ചിരിക്കാനൊന്നും പറ്റിയില്ല. അത്രയും ദുരന്തങ്ങളായിരുന്നു പിന്നീട് അത് അനുഭവിച്ചത്. എനിക്കോ അദ്ദേഹത്തിന്റെ ആ ലോങ് എക്സ്പീരിയൻസ്, ആ ലോങ് വിഷൻ, ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ ഞാൻ വിജയമായിട്ടാണ് കാണുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ ഈ ഒരു കണ്ണിലൂടെ കാണാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി ഈ പരിസരം നിങ്ങളെ എങ്ങനെയാണ് നന്നായി ഉപയോഗിക്കാൻ പറ്റുക? നമുക്ക് ഈ പരിസരം, ഞാൻ പറഞ്ഞല്ലോ പരിസരമാണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ആ പരിസരത്തെ എങ്ങനെ നമുക്കാക്കി മാറ്റാം എന്നാണ് ഡേവിഡ് ശുഭാഷിന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ബി കോൺഷ്യസ് ഓഫ് യുവർ എൻവയറമെന്റ്. അതായത് നിങ്ങളുടെ ആ എൻവയറമെന്റിന്, പരിസ്ഥിതിയെ കുറിച്ചൊരു ബോധം വേണം. ഞാൻ ഒരു മിനിറ്റ് നിർത്തി ചോദിക്കാം നിങ്ങളോട്, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പരിസ്ഥിതിയുടെ ബോധവാനത്തിലാണോ നിൽക്കുന്നത്? എനിക്കറിയാം ഭൂരിപക്ഷം ആൾക്കാരും അല്ല. ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം ഉറങ്ങാനല്ലേ നിങ്ങൾ പോകുന്നത്? രാവിലെ മുതൽ ഇരുന്ന നിങ്ങൾ എത്ര പേരോട് സംസാരിച്ചു? എത്ര പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ മേ ബി ബിസിനസ്സുകാർക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെല്ലാം ആരോടൊക്കെ ഞാനൊരു അധ്യാപകനാണ്, എത്രത്തോളം കാര്യങ്ങളോട് ഇതെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോ ഞാനീ പറഞ്ഞ ശരിയല്ലേ? ഒന്ന് അളന്നു നമ്മൾ എന്തൊക്കെ സംഭവിച്ചു. അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബി കോൺഷ്യസ് ഓഫ് നിങ്ങൾ എത്രത്തോളം ബോധവാനായിരുന്നു. അപ്പൊ ഒന്ന് ബോധവാനാവുക. 2, ഡോണ്ട് ലെറ്റ് നെഗറ്റിവിറ്റി ഹിൻഡർ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ ഈ നെഗറ്റിവിറ്റി തടസ്സപ്പെടുത്തരുത്. അതെങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ എന്റെ വളരെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് പോകുന്നത്, വിശദീകരിച്ചാ പറയുന്നത്. കാരണം പുസ്തകം മാത്രം പറയുന്നതിന് അർത്ഥമില്ല. അത് അങ്ങനെയല്ല ഈ സീരീസ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നിരിക്കട്ടെ. എക്സാം നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ടാണ് എക്സാം ലൈൻ എടുത്തത്. ആ സാമ്പത്തിക ബാധ്യത എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ അതിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ആ സാമ്പത്തിക ബാധ്യത എന്ന ചിന്തയെ നമ്മൾ അസ്വസ്ഥത ഉറങ്ങാൻ പറ്റൂല. ഇതൊക്കെ കടന്നുപോയ ഒരാളാണ് ഞാൻ കേട്ടോ. പക്ഷെ അതിനൊന്ന് മാറി എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ എന്തൊക്കെ ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. എന്തൊക്കെ വഴിയിലൂടെ എനിക്ക് പുതുമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചിന്ത വരുമ്പോൾ തന്നെ എന്താവും? തോട്ട്സ് ആ വഴിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരും.
എന്റെ അടുത്തൊക്കെ മെന്ററിങ് വരുന്ന പലരോടും ഞാനത് പറയാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ പുറത്തുനിന്നുകൊണ്ട് ആ ചിന്തകളിൽ നിന്ന് ഫ്ലിപ്പ് യുവർ തോട്ട്സ് എന്നാണ് ബോബ് പ്രോക്ടർ ഇതിനെ കുറിച്ച് പറയുന്നത്. ലോക പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കറാണ് ബോബ് പ്രോക്ടർ. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എനിക്ക് എപ്പോഴും മറക്കാതെ എന്റെ മനസ്സിലുള്ളത്, ഫ്ലിപ്പ് യുവർ തോട്ട്സ്. പെട്ടെന്ന് തന്നെ ചിന്തകളെ മാറ്റുക, പെട്ടെന്ന് ചിന്തകളെ മാറ്റുക. എത്ര പേരെ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രൈ ഫോർ ദാറ്റ്. നെഗറ്റിവിറ്റി ഉണ്ട്. മൂന്നാമത്തത്, afford yourself only the company of uplifting individuals. നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളെ ഉണർത്തുന്ന ഉയർത്തുന്ന ആൾക്കാരുടെ കൂട്ടായ്മയിൽ ചെന്നുപെടുക. അത് പരിസ്ഥിതി സംരക്ഷണത്തിലാണെങ്കിൽ അതില്, സാഹിത്യത്തിലാണെങ്കിൽ സാഹിത്യത്തില്, ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സില്. എന്നെ പോലെ ഞാൻ ഇൻസ്പിറേഷണൽ കോച്ചിങ്ങിനാണെങ്കിൽ കം ടു ഇൻസ്പിറേഷണൽ കോച്ചിങ്. മില്യൺസ് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ യു. ഒരാളിലെങ്കിലും ഒരു അഗ്നിസ്ഫുലിംഗം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ഞാൻ അതാണ് ഓരോ ദിവസം ആലോചിക്കുന്നത്. എത്ര നിരാശരുണ്ട് നമ്മുടെ ചുറ്റുപാടും. ആ നിരാശരൊക്കെ തന്നെ, നിരാലംബരത്തൊക്കെ നമ്മൾ പറയുന്നവരെ പ്രതീക്ഷയുടെ ഒരു കൈത്തിരി കൊടുത്തിട്ട് ഉണർത്താൻ സാധിച്ചാൽ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഷെയർ ചെയ്യാം. ഒരിക്കൽ ഞാൻ അധ്യാപകനാണെന്ന് പറഞ്ഞു, ഞാൻ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഒരു ടീച്ചർക്ക് ഒരു SLC വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ ആ ടീച്ചറെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്യും എന്ന് എനിക്ക് തലേനാളെ അറിയാം. കാരണം അങ്ങനത്തെ ഒരു ഗുരുതരമായ ചെറിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, പക്ഷെ അവരോ അറിയാണ്ട് പറ്റും. പിറ്റേ ദിവസം ഇത് പത്രത്തിൽ വരുമെന്നും ഒക്കെ എനിക്കറിയാമെങ്കിലും അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാത്ത സമയത്ത് അവിടെ അടുത്തൊരു കൂട്ടുകാരി, ഒരു ടീച്ചർ എന്നെ വിളിച്ചു. സാർ, എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞു, ചെറുവത്തൂരാണ് താമസം. ഞാൻ ഈ പറഞ്ഞ ആ ടീച്ചർ രണ്ടുപേരും സുഹൃത്താണ്. അവിടെ ഏതാനും നിമിഷങ്ങൾക്ക് ആത്മഹത്യ ചെയ്യും. അവൾ മണ്ണെണ്ണയുമായി ഒരു മുറിയിൽ കയറി എന്നാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയ വിവരം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? നോക്കണം, കിലോമീറ്ററുകൾക്ക് അകലെയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ വേണം എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ ചെയ്തത്, ഉടനെ അവരുടെ നമ്പർ എനിക്ക് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു ഫോൺ വിളിച്ചു. അപ്പൊ അവരുടെ അമ്മ എടുത്തു. ഒരു നിഷ്കളങ്കയായ ഒരമ്മ. അവർക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, എവിടെയാണ് മകളുള്ളത്? അവൾ കുളിക്കാൻ പോയിട്ടുണ്ട്. ആക്ച്വലി ഷീ വെന്റ് ഫോർ സൂയിസൈഡ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അമ്മ, അവിടെ പോയിട്ട് ഒച്ചത്തിൽ രമേശൻ മാഷ് വിളിക്കുന്നു എന്ന് മാത്രം പറയാം, അവർ ഒന്നും ചെയ്തത്. അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട് ഈ അമ്മ വിളിക്കുന്നത്. പെട്ടെന്ന് ആ ഡോർ തുറക്കുന്നു. ആത്മഹത്യ മണ്ണെണ്ണ ഒഴിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവർ തുറന്നത്. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ 45 മിനിറ്റ് ആ ടീച്ചറോട് സംസാരിച്ചു. അവരുടെ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിട്ടില്ലേ, നമ്മൾ എന്റെ എന്തോ നിരാശയൊക്കെ വന്നു. ഞാൻ അതിനൊക്കെ ഒന്നും ഞാൻ മാറ്റാൻ പോയില്ല. ഞാൻ ആ പ്രശ്നത്തെ വേറൊരു ആംഗിളിലൂടെ കാണാൻ വേണ്ടി 45 മിനിറ്റ് ചെലവഴിച്ചു. അവർ ആ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് പിൻവലിഞ്ഞു. പിന്നീട് അവർ ജീവിതത്തിലെ ഇപ്പോഴും അവർ സർവീസ് കൊണ്ടുണ്ടോ, അവർ വിവാഹിതം കഴിക്കുന്നു. പിന്നീട് അവർ ഒരു വലിയ നിലയിലേക്കാവുന്നു. പലപ്പോഴും ഞാൻ കാണുന്നു, ആലോചിക്കാറുണ്ട്, എനിക്ക് അവരുടെ ചിന്തകളെ മാറ്റാനാണ് പറ്റിയത്, അല്ലാതെ ഞാനൊരു അത്ഭുതം ഉണ്ടാക്കിയിട്ട്. നിങ്ങൾക്കിത് സാധിക്കും. ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരാവണമെന്നില്ല. നിരാശനായ ഒരാളെ അവരുടെ ആ തോട്ട്സ് ഫ്ലിപ്പിങ്ങിലൂടെ നമുക്ക് അവരെ മറ്റൊരു ആംഗിളിൽ അത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം. ഈ പുസ്തകം എഴുതിയുള്ള ആൾക്കാരെ കുറിച്ചുള്ള പല സ്റ്റോറീസ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആവർത്തന വിരസത വരാതിരിക്കട്ടെ, പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അവസ്ഥയിലാണ് ഈ പുസ്തകം എടുത്ത് വായിക്കുന്നത്, മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അമേരിക്കക്കാരനാണ്, പേര് ഡെക്സ്റ്റർ യാഗർ. അദ്ദേഹം എല്ലാ ബിസിനസ്സും പൊളിഞ്ഞ് കടക്കാരനായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പുസ്തകം വരുന്നത്. എങ്ങനെയാണെന്നറിയോ? മരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് പിറ്റേ ദിവസം എന്തും ചെയ്യാലോ. അയാൾ ഇങ്ങനെ ജസ്റ്റ് ആ ന്യൂയോർക്ക് സിറ്റിയിലൂടെ നടക്കുമ്പോൾ ഒരു ബുക്ക് ഷോപ്പിൽ ബിഗ് എന്ന പുസ്തകം കാണുന്നു. അയാളത് വായിക്കുന്നു. 2 ആഴ്ച ആത്മഹത്യ മറന്നു. പിന്നീട് അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നു. അവസാനം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എനിക്കൊന്ന് 5 or 6 ഫ്ലൈറ്റുകൾ സ്വന്തമായി ഉണ്ടാവുന്ന അമേരിക്കയിൽ ഒരു ശതകോടീശ്വരനായിട്ടാണ് ഈ ഡെക്സ്റ്റർ യാഗറും ഡെക്സ്റ്റർ യാഗർ മരിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ യൂട്യൂബിൽ ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ പുസ്തകം ഒരുപാട് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങോട്ട് പറയാൻ കാരണം ഈ അപ്ലിഫ്റ്റിംഗ് ഇൻഡിവിജ്വൽസിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. നിങ്ങൾ അങ്ങനെ ആവണം, ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ്. സീക്ക് അഡ്വൈസ് ഫ്രം അച്ചീവേഴ്സ്. അതുപോലെ ഏത് മേഖലയിലാണോ നിങ്ങൾ വിജയിക്കുന്നത്, വളരെ ശ്രദ്ധിക്കേണ്ടത്, സമ്പത്ത് മാത്രമേ കാണരുത്. നിങ്ങൾ ഏത് മേഖല, ഇപ്പൊ ആക്ടിങ്, മോഹൻലാലിനെ പറഞ്ഞു, ദാസ് അവാർഡ്.
എനിക്ക് ആകെ അറിയുന്ന പണി അഭിനയമാണ്. ഇപ്പോഴും ഞാനിത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ആ അച്ചീവ് ചെയ്ത ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുക. ഏതാണ് മേഖല? നിങ്ങളുടെ മേഖല നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക, എന്നിട്ട് അതിൽ അച്ചീവ് ചെയ്യും. അങ്ങനെയുള്ളവരുടെ അഭിപ്രായം ചോദിക്കുക. എൻഗേജ് ഇൻ ഡൈവേഴ്സ് സ്റ്റിമുലേറ്റിംഗ് ഇന്ററാക്ഷൻസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇത് പലരും മനസ്സിലാക്കാറില്ല. നമ്മുടെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സംവാദങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ സംഭാഷണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരോട് എന്ത് തരത്തിലുള്ള സംഭാഷണമാണ് ചെയ്യുന്നത് എന്ന് വളരെ വളരെ പ്രസക്തമാണ്. നമ്മൾ നിരാശ വരുമ്പോൾ കുഴപ്പം എന്താ അറിയോ? നമ്മുടെ എല്ലാ സംഭാഷണങ്ങളും നിരാശ കാരണമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ സെഷൻസിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ വർക്ക്ഷോപ്സ് ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് അതിന് വ്യത്യസ്തത എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരെ തോട്ട്സ് ഫ്ലിപ്പിംഗ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടിന്റെ വ്യത്യാസത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഡൈവേഴ്സ് സ്റ്റിമുലേറ്റിംഗ് ഇന്ററാക്ഷൻസ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങളുടെ എല്ലാ സംഭാഷണങ്ങളും ഇപ്പോഴുള്ള ഇത് മാറണം. നിങ്ങൾ ഒരു വലിയ ലക്ഷ്യം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ മാത്രം ഇല്ലേ വേണ്ട. യു ഹാവ് ടു ഷിഫ്റ്റ് യുവർ തോട്ട്സ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഷെവേഴ്സ് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഡിസ്മിസ് ഗോസിപ്പ് ആൻഡ് എലിവേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. അതായത് ഗോസിപ്പുകളൊക്കെ വിട്ടിട്ട് മറ്റവരെ കുറിച്ചൊന്നും പറയാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഉയരണം. അതെങ്ങനെ ഉയരുക? ഭാഷ മാറ്റാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ചിന്തകളിലൂടെ മാറി മാറി വരുന്നത്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അടുത്തത്, ചൂസ് ക്വാളിറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇത് വളരെ പ്രധാനം. ചിലവർ എനിക്ക് സമ്പത്ത് മാത്രം നോക്കും. നോ, നിങ്ങളുടെ ആ ക്വാളിറ്റി ലൈഫിന്റെ മുഴുവൻ, അത് സത്യസന്ധതയിലാവാം, അത് എത്തിക്സിലാവാം, അതേപോലെ വാല്യൂസിലാവാം, ഇതൊക്കെ ആവാം. ചിലരെ കണ്ടിട്ടില്ലേ, അമിതമായ പണമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, ജീവിതത്തിൽ ഒരു തത്വശാസ്ത്രം അയാൾ പാലിക്കില്ല, അവസാനം ആരും ശ്രദ്ധിക്കാതെ ഭരിക്കും. ലോക ചരിത്രത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഗദ്ദാഫിയെ പോലുള്ള ആൾക്കാരെടുക്കും. എനിക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 60,000 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ വേദിയിലെടുത്ത് ചില പേര് ഞാൻ പറയാത്തതുകൊണ്ടാണ്. 60,000 crore അയാളുടെ ആസ്തി. മലയാളിയാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ വലിയൊരു ഫേം ഉണ്ട്. അപ്പൊ ആ മനുഷ്യൻ ഇതിലൊന്നും അത്ര കോൺസെൻട്രേറ്റ് അല്ല. അയാളൊരു കുത്തഴിഞ്ഞ ജീവിതമാണ്. അപ്പൊ എല്ലാ മേഖലയിലും വിജയം എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമാവട്ടെ, ഏത് മേഖലയാവട്ടെ. അവിടെ ഞാൻ ചോദ്യം, നിങ്ങൾ അങ്ങോട്ടൊന്ന് ക്യാമറ തിരിക്കരുത്, ക്യാമറ നിങ്ങളിലേ തിരിക്കില്ല. നിങ്ങൾ ഏത് മേഖലയിലാണ് സക്സസ് ആവാൻ പോകുന്നത്? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ പറയും മെന്ററിങ് ആൻഡ് കൗൺസിലിംഗ് ആണ് എന്റെ മേഖല, ആൻഡ് ട്രെയിനിങ്, ചേഞ്ചിങ് പീപ്പിൾ. ഇപ്പൊ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് മെന്ററിംഗിൽ മാത്രം, ഈവൻ ട്രെയിനിങ്ങിൽ ഞാൻ വിട്ടു. കാരണം എനിക്ക് മനസ്സിലാവുന്നു എന്റെ കഴിവെന്ന് പറയുന്നത് ഐ ക്യാൻ ചേഞ്ച് ദ പീപ്പിൾ. ഒരു അഹങ്കാരമായിട്ടൊന്ന് കാണരുത് പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു വിശ്വാസമാണത്. അപ്പൊ ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാറണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ മാറ്റുക. ചിലവർ അതുകൊണ്ടാണ് നാട് വിട്ടാൽ നന്നോ, ചിലവരങ്ങനെയല്ലേ, അതായത് എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു അവിടെ നിന്നോ. അതുകൊണ്ടാ സിറ്റുവേഷൻ മാറി, എൻവയോൺമെന്റ് മാറി. ഇപ്പൊ കഴിയുമെങ്കിൽ കുറച്ച് നിരാശയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കുന്നത് വലിയ അപകടം. കാരണം ഒന്ന്, വീട്ടിൽ നിരാശ രാവിലെ എഴുന്നേറ്റ് തുടങ്ങും, പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർ തുടങ്ങും. ഇവര് ദിവസങ്ങളിലാണല്ലോ കാണുന്നത്. ഒരു മാറ്റം നല്ലതാണ്, ഒരു ചെറിയൊരു മാറ്റം. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇനി നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് പറയാം. കാരണം നമുക്കൊരു 10 വരെയുടെ ദേശം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മേക്ക് യുവർ ആറ്റിറ്റ്യൂഡ്സ് യുവർ അലൈസ്. ഞാൻ വളരെ വിശദമായി പറഞ്ഞുതരാം ചാപ്റ്റർ. ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഈ വാക്കിനെ കുറിച്ച് മാത്രം മണിക്കൂറുകൾ സംസാരിക്കും. ആരൊക്കെയോ പറഞ്ഞ പോലെ ATTITUD എന്ന വാക്കിൽ അക്ഷരങ്ങൾ A 1 ആണെങ്കിൽ A, B 2 ആണെങ്കിൽ അങ്ങനെ കൂട്ടിയാൽ 100 എന്ന് വരുന്ന ഒരേ ഒരു വാക്ക് ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. നിങ്ങളുടെ യുവർ ആൾട്ടിറ്റ്യൂഡ് ആക്ച്വലി ഡിസൈഡ്സ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉയർച്ചയെ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വൈകുന്നേരം ഈ പ്രഭാഷണം കേൾക്കേണ്ട ആവശ്യം വല്ല ആവശ്യമുണ്ടോ? എന്തിനാവശ്യം എന്ന് ചിന്തിച്ചാലും ഒന്നും പറയാൻ പറ്റില്ല. പലരും അയച്ചു കൊടുത്തവർക്കൊക്കെ
പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും. വല്ല ആവശ്യമുണ്ട് രാത്രി ഈ 9:15 ഏതൊരാളെ ക്ലാസ് കേൾക്കുന്നുണ്ട്, എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിനെ നമ്മുടെ അലൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ. അതായത് ചില രാജ്യങ്ങൾ തമ്മിൽ ഒറ്റ അലൈസ് ഉണ്ടാവും, സഖ്യം എന്ന് പറയാം, സഖ്യരാഷ്ട്രങ്ങൾ. ഇപ്പൊ ഇന്ത്യ, ചൈന, റഷ്യ ഒക്കെ ഒന്നിച്ചു നിന്നില്ലേ, അത് അലൈസ് ആണ്. എന്ന് പറഞ്ഞ പോലെ ഈ ആറ്റിറ്റ്യൂഡിനെ നമ്മുടെ അലൈസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ ഒറ്റ എ എന്ന് പറഞ്ഞ അക്ഷരം മാറിയാൽ ദാറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ്. ഫുൾ നെഗറ്റീവ് ഇല്ലാത്ത ഒരു ദിവസം കൊണ്ട് പോസിറ്റീവ് ആവാൻ പറ്റും, പക്ഷെ കുറച്ച് ടഫാണ്, ഗ്രാജുവലി മാറുന്നതായിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ചുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മേക്ക് യുവർ ആറ്റിറ്റ്യൂഡ്സ് യുവർ അലൈസ്. അതായത് നമുക്ക് മറ്റൊരു മനസ്സ് വായിക്കാൻ പറ്റും. മെന്റലിസം ഒന്നും അല്ല കേട്ടോ. നിങ്ങളുടെ എങ്ങനെ പറയാൻ പറ്റും, ഇതിൽ പലരും ബിസിനസ് മേഖലയൊക്കെ അറിയാൻ പറ്റും. ഒരാളെ കാണുമ്പോൾ പറയും ഇയാളെ പറ്റും, കണ്ടാൽ തന്നെ പറയും ഇയാളെ പറ്റില്ല. എനിക്ക് ചില കുട്ടികളെ കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ കുട്ടി എനിക്ക് ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. ചില കുട്ടികളെ എനിക്ക് പറയാം. എന്നിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് ഒരുപാട് പരിമിതി ഉണ്ട് കേട്ടോ. ബോഡി ലാംഗ്വേജ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അവരുടെ മുഖം, അവരുടെ നടത്തം. നിരാശരായ ആൾക്കാരുടെ നടത്തം കാണുമ്പോൾ പറയുമ്പോൾ നിരാശനായി. ഞാൻ ചോദിക്കട്ടെ, ഈ നിരാശയും നടത്തവും തമ്മിൽ എന്താ ബന്ധം? ചിലർ കുഴപ്പമുണ്ട്, ചിലർ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ ഇവരെ കുറച്ചാൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട്. പക്ഷെ ഇയാൾ ചിന്തയുന്നില്ല, ഈ നാട്ടുകാർ മുഴുവൻ ഞാൻ പൈസ കൊടുക്കാറുണ്ടില്ല. ആരെ കാണുമ്പോൾ ഇയാൾ മുങ്ങി അടങ്ങും. വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞ രോഗം വേട്ടയിലേക്ക് രോഗം. ഈ രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. അപ്പൊ ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു കൊടുക്കണം, വലിയ പ്രശ്നമാണത്. ഒരു സ്റ്റഡി ഉണ്ട് കേട്ടോ. ആ സ്റ്റഡിയുടെ രസം, ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കണേ, അയാളെ കാണാൻ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ സംഭവം അറിയാം? ദയവേത് അവര് പോകുമ്പോഴൊക്കെ ഇയാളെ കഥാപ്രസംഗം പറയേണ്ടി വരും. എങ്ങനെയാണ് ഇത് പറ്റിയത്? ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ഓരോ സമയത്ത് ബ്രെയിനിലെ ന്യൂറോൺസിലേക്ക് ഇത് കൊടുത്തോണ്ടിരിക്കും. ഈ പുസ്തകത്തിലെ ന്യൂറോ സയൻസിനെ കുറച്ചും കൂടെ ഞാൻ പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ കുറച്ച് അതായത് ഓരോ 5-8 ചാപ്റ്റർ കഴിയുമ്പോൾ ന്യൂറോ സയൻസ് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം എന്റെ ഒരു വിഷയം അതാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആളായി മാറണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് വേണം? മറ്റുള്ളവരുടെ മൈൻഡ് നമുക്ക് വായിക്കാൻ പറ്റണം. നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ടോൺ, അത് കാണല്ലേ വളരെ പോസിറ്റീവ് ആണ്. ഈ ബോഡി ലാംഗ്വേജ് ഓഫ് നാഷണൽ ലീഡേഴ്സ്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആയാലും APJ മുൻ പ്രസിഡന്റ് ആയാലും അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റും ഹൗ പോസിറ്റീവ് ദേ ആർ. ബോഡി ലാംഗ്വേജിന്റെ പുസ്തകം തന്നെ ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 99% ആൾ എന്തെങ്കിലും പ്രതിസന്ധിയിലുണ്ടാവും. ഇല്ല വൈകുന്നേരം വന്ന് കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചിലവർ പ്രതീക്ഷയോടെ വന്നിട്ടുണ്ടാവും, ചിലവർ ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഓക്കെ, ഇനിയോ നിങ്ങൾ ഈ കൂട്ടത്തിലാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അവരാണ് ഈ പുസ്തകം വായിക്കണം. അവർ ചിന്തിക്കേണ്ടത് ഇന്ന് മുതൽ ഞാൻ എന്റെ ബോഡി ലാംഗ്വേജ് മാറ്റും. എന്താണോ നിങ്ങളുടെ പ്രശ്നം അതൊക്കെ അവിടെ മാറ്റി വെക്കും. നിങ്ങൾ നിങ്ങളുടെ ഇരുത്തം, നടത്തം എല്ലാം മാറ്റും. പവർഫുൾ ഷേക്ക് ഹാൻഡ്, ആൾക്കാരുള്ള സംഭാഷണം, ഇതൊക്കെ നിങ്ങൾ മാറ്റുമ്പോ നിങ്ങൾ ഫിസിയോളജി വിൽ ചേഞ്ച് യുവർ സൈക്കോളജി. അണ്ടർലൈൻ സെന്റൻസ്, ഫിസിയോളജി ചേഞ്ചസ് യുവർ സൈക്കോളജി. നിങ്ങൾ വളരെ നിരാശനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ജീവിതം എന്തിനു നൽകി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നിങ്ങൾ വളരെ ഉഷാറായിട്ട് എക്സൈറ്റഡ് ആയിരുന്നാലോ ഓട്ടോമാറ്റിക്കലി ദ തോട്ട്സ് വിൽ ഫ്ലോ. അതാണ് ഇവിടെ പറയുന്നത് ഈ ചാപ്റ്ററിൽ, വളരെ വിശദമായിട്ട് പറയുന്നത് ഈ ചാപ്റ്റർ ഇതാണ്. ദ ഇമ്പാക്ട് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ഓൺ സക്സസ്. അദ്ദേഹം ഒരാളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പ്രൊഫസർ എർവിൻ എച്ച് ഷെൽ emphasizes the significance of attitude in achieving success. നമുക്ക് എപ്പോഴും അറിയുന്ന പോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ലീഡ് ടു എക്സലന്റ് റിസൾട്ട്സ്. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുന്നത് തന്നെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ റിസൾട്ടിൽ എത്തിക്കും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇനി ഏത് മേഖലയിലായാലും പോസിറ്റീവ് ആയിട്ട് റിസൾട്ട് ഉണ്ടാകും. സെയിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്ക് 3 critical attitudes to develop include എന്തൊക്കെയാണെന്നറിയോ? 3 critical attitude, ഏറ്റവും ഇമ്പോർട്ടന്റ് 3 ആറ്റിറ്റ്യൂഡ് പറയാം, വേണമെങ്കിൽ എഴുതി വെച്ചോ. ഒന്ന്, എംബ്രേസിങ് ആക്ടിവേഷൻ, അതായത് ചെയ്തു തുടങ്ങുക. എംബ്രേസ് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാനാണ്. അത് ആക്ടിവേഷൻ, നമ്മൾ വളരെ ചെയ്തുകൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ പ്രവൃത്തിയെ പ്രണയിക്കുക. നല്ല മലയാളം, പ്രവൃത്തിയെ പ്രണയിക്കുക. ഒന്ന്.
എന്ത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പാഷനറ്റ് ആയിട്ട് ചെയ്യാം. റെക്കഗ്നൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള ഏതൊരാളെയും ബഹുമാനിക്കുക. അവരിലൊക്കെ തന്നെ ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒന്നാമത്തത് പ്രവൃത്തിയെ പ്രണയിക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് മറ്റുള്ളവരുടെ അംഗീകരിക്കുക, പ്രാധാന്യം മനസ്സിലാക്കുക. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനം, പ്രയോറിറ്റൈസിങ് സർവീസ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു സർവീസ് മൈൻഡഡ് ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ സാർ ഞാൻ സർവീസ് അല്ലേ സേവനമല്ലേ ചെയ്യുന്നു? അതെ, പക്ഷെ നിങ്ങളുടെ ഉള്ളില് ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രഭാഷണ പരമ്പര എന്തിനാ? സാമ്പത്തിക നേട്ടത്തിനാണോ? അല്ല. ഒന്ന്, എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സൂം, ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, ഈ ലിങ്കിലൂടെ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ അവർ അതിലൂടെ കയറി ഒരു വലിയ വിജയം മാറുക എന്നുള്ള ഒരു സർവീസ് ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. കാരണം ഒന്ന് രണ്ടാളെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്തിനാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്? ഞാൻ കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരോട് മൊത്തമായി പറയും, ഞാൻ ഒരു വ്യക്തിപരമായ ലക്ഷ്യമില്ല, അതിന്റെ ഹോസ്റ്റലുണ്ട്. എന്ത് കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. അവിടെ ഇത് മാത്രമേ പറയൂ. അതുകൊണ്ട് മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറഞ്ഞത്, പ്രയോറിറ്റൈസിങ് സർവീസ്. അപ്പൊ എന്തായാലും പറഞ്ഞു, പ്രവൃത്തിയെ പ്രണയിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരെ പ്രാധാന്യം മനസ്സിലാക്കുക, സർവീസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇനി ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തൂസിയാസം എന്ന വാക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വായിക്കണ പുസ്തകം കേട്ടോ, ഞാൻ എല്ലാം പറഞ്ഞു തരുന്നില്ല. എൻത്യോസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം പോയിട്ട് അതുണ്ടാവും, അത് ബുക്കിലില്ല. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ നമ്മളെ അതിന്റെ മലയാളീകരിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ കഴിവൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു മാനസികാവസ്ഥ. എന്തൂസിയാസം, സന്തോഷത്തിൽ കവിഞ്ഞ ഒരു സംഭവം, അതാണ് എന്തൂസിയാസം. കളവനെ കണ്ട ഭയങ്കര എന്തൂസിയാസം, എൻത്യോസ് എന്ന വാക്കാണ് ഉണ്ടാവുന്നത്. നമ്മളിൽ കൂടുതലുള്ള കഴിവുകൾ പുറത്തു വരും, അതാണ് എൻത്യോസ്. എന്തൂസിയാസം അല്ലെങ്കിൽ ഊർജ്ജസ്വലത, നല്ല മലയാളമാണ്, പെട്ടെന്ന് കിട്ടി. ഊർജ്ജസ്വലത അത് നമ്മളിൽ ഉണ്ട്. ആ ഊർജ്ജസ്വലതയെ പുറത്തെടുക്കുന്നവരായിരിക്കണം വിജയിക്കുന്നതാണ്. അതാണ് ഷവാർട്സ് പറയുന്ന ഒരു പോയിന്റ്, ഊർജ്ജസ്വലത. അതെങ്ങനെ ഉണ്ടാവും? അതാണ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം. ഇങ്ങനെ ഒരാളുടെ, അത് കഥയിലൂടെ ആവാം, ഒരാളുടെ പ്രവർത്തനത്തിലൂടെ ആവാം, മറ്റുള്ളവരിലേക്ക് എന്തൂസിയാസം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഒരു 20-25 ആളുടെ ഒരു ഗ്രൂപ്പിനെ മനസ്സിലായിരിക്കും. ഒരു ട്രെയിനിങ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ബിസിനസ് പ്രോഗ്രാമോ ഒക്കെ ക്ലയൻസ് ഒക്കെ ഇരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ എന്തൂസിയാസം ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വേവിലാതി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് ബസ്സിൽ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചിരുന്നോ, വേവിലാതി ആവലാതി ചിന്തിക്കുന്ന ആളുടെ കൂടെയാണ് നിങ്ങളായിരുന്നു അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഹൈ എന്തൂസിയാസിലായാല് അങ്ങനെയുള്ള ഒരാളെ അവിടെ വന്നിരിക്കൂ, എനർജി നമുക്കിങ്ങനെ പമ്പ് ചെയ്യും. അപ്പൊ ഇത് ഉണ്ടാക്കേണ്ട ചില ടെക്നിക്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്, അതുകൂടെ ശ്രദ്ധിക്കുക ഇന്ന് ഈ ആഴ്ച. ഒന്ന്, എങ്ങനെ ഇത് എന്തൂസിയാസം ഉണ്ടാക്കാം? അതിനെ പറയുന്ന വഴി ഒന്ന്, ഡീപ്പർ ഇൻടു ഇൻട്രസ്റ്റ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യോ? ഈ 200 ആളും എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലോണ്ടല്ലേ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത് രാത്രി. പ്രായം നോക്കുന്നില്ല, രാജ്യം നോക്കുന്നില്ല. ഈ അടുത്ത കാലം 1-2 ഫ്രണ്ട്സ് എന്നെ വിളിച്ചു, സർ ക്യാൻ യു ഡു ദ പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ദേ വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് സൈഡ്. എനിക്ക് ഇപ്പൊ ഞാൻ മിനിഷോട് പറഞ്ഞില്ല, എനിക്ക് ചിന്തിക്കുന്നത് ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് എന്റെ സെഷൻ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് നോട്ട് ഹിന്ദി വെൽ, സോ വി ക്യാൻ ഡു ഇറ്റ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ എന്തൂസിയാസം എങ്ങനെ ഉണ്ടാക്കാം പറ്റും? അതിൽ ഒന്നാമത്തെ വഴി, സ്റ്റെപ്പ് നമ്പർ 1, ഇൻട്രസ്റ്റ് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഇൻട്രസ്റ്റ് എവിടെയാ? വായനയാണോ, ബിസിനസ് ആണോ, കൃഷിയാണോ, സാമൂഹ്യ സേവനാണോ? അത് കണ്ടെത്താൻ പലർക്കും പറ്റാറില്ല. ഇപ്പൊ മെന്ററിംഗിൽ ഞാൻ ആദ്യം നിങ്ങൾ ഇൻട്രസ്റ്റ് എന്താ, ഹോബി എന്താ? അപ്പൊ ആ ഹോബി അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ആദ്യം കണ്ടെത്തുക. എനിക്കിപ്പോ രാവിലെ മുതൽ സ്കൂളിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് അതിനുശേഷം ഒരു ഓൺലൈൻ സെമിനാറും കഴിഞ്ഞ് ഈ രാത്രിയിലും ഞാൻ എന്റെ ഊർജ്ജം കളഞ്ഞിട്ടില്ല. ഐ എം സോ എക്സൈറ്റഡ്. ഇത് ഭക്ഷണത്തൊന്നും ഉണ്ടാവുന്നതല്ല, ബിക്കോസ് ഓഫ് മൈ എന്തൂസിയാസം. ബിക്കോസ് എനിക്ക് തോന്നി ഞാൻ ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷം. ആ എന്തൂസിയാസത്തിന്, എന്റെ ഇൻട്രസ്റ്റിലേക്ക് ഡീപ്പായിട്ട് പോകണം.
നിങ്ങളിപ്പോ വായനയിലാണെങ്കിൽ ഗോ ഡീപ്. ഞാൻ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും റിസർച്ചിന് പോകുന്ന ഒരാളാണ്. ബിക്കോസ് മൈ സബ്ജക്ട് ഈസ് ന്യൂറോ സയൻസ്. അതിന് വേണ്ടുന്ന വീഡിയോ കാണുക, അതിന് വേണ്ടുന്ന യൂട്യൂബിലേക്ക് പോവുക, അതിന് വേണ്ടുന്ന ബുക്സ് വായിക്കുക, അതിന് വേണ്ടുന്ന കമന്റുകൾ ഉണ്ടാക്കുക, ഒബ്സർവ് ചെയ്യുക. ഇതൊക്കെ എന്റെ പണിയാ. ഡീപ് ഇൻ ടു ഇൻട്രസ്റ്റ്. അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങും വെച്ച് സ്വയം ചോദിക്കണം, എന്റെ ഇൻട്രസ്റ്റ് എന്താ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനാണോ? ഡു ദാറ്റ്. അവരും ഈ ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനെ കുറിച്ച് എല്ലാം ഒഴിച്ചുകൊണ്ട് ലീവ് ദാറ്റ്. അപ്പൊ നിങ്ങൾ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അതായത് ഡീപ്പ് ഇൻട്രസ്റ്റ്. 2, ലിഫ്റ്റ് എവരിതിങ് യു ഡു. എല്ലാം ചെയ്യുമ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അത് പോസിറ്റീവ് ജസ്റ്റേഴ്സ്. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ബോഡി ലാംഗ്വേജ് ടോണും മാറ്റണം. അത് മാറ്റണം. ഇനി ചിലവൊന്നുമില്ലല്ലോ. നിങ്ങൾ ബോഡി ലാംഗ്വേജ് മാറ്റാനും ടോൺ മാറ്റാനും പ്രശ്നമുണ്ട്. ഇത് ക്ഷീണിതന്റെ സ്വരം. ചിലവരുണ്ട്, സാർ എന്റെ ജീവിതം പോയി. എന്ത് പോയി? ഒന്നും പോയിട്ടൊന്നുമില്ല. ഇയാള് തീരുമാനിക്കുക. ഇനി 3-മത്തത് സുഹൃത്തുക്കളെ നിങ്ങൾ ഓർമ്മിക്കും, ബ്രോഡ്കാസ്റ്റ് ഗുഡ് ന്യൂസ്. നമ്മുടെ സമൂഹത്തിൽ നല്ല വാർത്തകൾ ആർക്കും വേണ്ട. ഗുഡ് ന്യൂസ് ഈസ് നോ ന്യൂസ് എന്നാണ് മാധ്യമങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു 5 ചാനൽ ഞാൻ കാണാറില്ല, വെറുതെ ഒന്ന് കണ്ടു പോകും. അതിന് നല്ല വാർത്ത ഒന്നും ഞാൻ കാണൂല. മാതൃഭൂമി ചാനൽ ഒരു പ്രാവശ്യം നല്ല വാർത്ത എന്തോ തുടങ്ങി, അത് 2 ആഴ്ചയോട് കൂട്ടി. കാരണം ആരും കാണുന്നില്ല, നോ റേറ്റിംഗ്സ്. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 കൊല്ലം അധ്യാപകനായിരുന്നു, 94. ആ സമയത്ത് എന്റെ ഒരു അനുഭവം ഞാൻ പലപ്പോഴും എന്റെ വേദിയിൽ ട്രെയിനിങ്ങിൽ പറഞ്ഞതൊന്നും കൂടെ ആവർത്തിക്കുന്നു, എന്റെ ഹൃദയത്തിൽ തട്ടിയതുകൊണ്ട് പറയുന്നു. കാരണം ആ വാർത്ത പത്രത്തിൽ വന്നിട്ടില്ല, ഒരു ചാനലിലും വന്നിട്ടില്ല, വരും ചെയ്യില്ല. വാർത്ത ഇതാണ്: ഒരാളെ കൊല്ലുന്നു. ആ കൊല്ലപ്പെട്ട കക്ഷിയുടെ അമ്മയ്ക്ക് 2 മക്കളിൽ ഒരാളെ കൊന്നു, മറ്റേ ആൾ ആക്സിഡന്റിൽ മരിച്ചു. ഇവൻ പരോളിൽ പോയപ്പോൾ ഇത് കണ്ടു, അറിഞ്ഞു ആ വാർത്ത. ഉടനെ ആ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ ഒരു മകനെ ഞാൻ കൊന്നു, പക്ഷേ നിങ്ങൾക്ക് എന്നെ ഒരു മകനായി സ്വീകരിക്കാൻ പറ്റും. ആ അമ്മ സ്വീകരിച്ചു. ജയിലിൽ നിന്ന് കിട്ടുന്ന പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്ന ഒരു കണ്ണൂർ സെൻട്രൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പത്രത്തിലും വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പേ സൂര്യ ടിവിയിൽ ഒരു വാർത്ത വന്നു. പത്മനാഭസ്വാമി കുളത്തിൽ ഒരാളെ മുക്കിക്കൊല്ലുന്ന വാർത്ത സൂര്യ ടിവി ലൈവായി കാണിച്ചു. വാർത്ത വന്നു, 2ാം ഭാഗം വന്നിട്ടില്ല. ആ കൊന്ന ആൾക്ക് ഭ്രാന്തായി. അയാൾ ചികിത്സ കഴിഞ്ഞ് മാറിയപ്പോഴാണ് മനസ്സിലാവുന്നത്, എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, ഞാൻ ഒരാളെ കൊന്നു. ഇന്ന് അവിടെ തന്നെ പല ജോലികൾ ചെയ്ത് ആ കുടുംബത്തെ പോറ്റുന്നത് ആ മനുഷ്യനാണ്. നേരെ പത്രത്തിൽ വന്നു. നിങ്ങളൊരു പത്രത്തിന്റെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ബാഡ് ന്യൂസ് ആയിരിക്കും. ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് ഒഴിവാക്കുക. ഗുഡ് ന്യൂസ് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഞാൻ പറയട്ടെ, 99% ജനങ്ങൾ നല്ലവരാണ്. ഇവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളിലൂടെ അടികൂടുന്നത് 1%. 99% നല്ലവരാണ്. നമ്മൾ ആരും കാണുന്നുണ്ടോ? നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഗുഡ് ന്യൂസ് ഈസ് നോ ന്യൂസ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നിങ്ങളെങ്കിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന ഒരു ആറ്റിറ്റ്യൂഡ് വേണം. യു ആർ ഇമ്പോർട്ടന്റ് ആറ്റിറ്റ്യൂഡ്. എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറയുന്നത് പലപ്പോഴും അധ്യാപകരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളെ കുട്ടിയെ ഒന്നും കൊള്ളില്ല എന്നല്ല പറയുന്നത്, മോനെ നിനക്കും പറ്റും. ഞാൻ ഏറെ അത് പറയാൻ ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകനാണ്. എപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല, പരമാവധി. അപ്പൊ ഞാൻ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എന്റെ ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുത്തത്, നമ്മളെ തന്നെ അഭിനന്ദിക്കാൻ ആദ്യം പഠിക്കണം. അതായത് ഒന്നുകിൽ കണ്ണാടി നോക്കിയിട്ടെങ്കിലും രമേശ നീ ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റും. അവനവന്റെ പേരാണ്. നാണക്കേടല്ലേ, പറയില്ല. ഇത് എന്നെ പഠിപ്പിച്ചത് ലീലാകൃഷ്ണൻ നായർ, കണ്ണൂർ വെച്ച്. അതേപോലെ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡി വന്നപ്പോ എല്ലാവരും അവഗണിച്ചൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മറികടക്കാൻ ചെയ്ത് കണ്ണാടി നോക്കി പറഞ്ഞു, കൃഷ്ണനാഥ് അയാളെ പേര് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ കാര്യം, നിങ്ങളെ പേരെ കൊണ്ട് ഒരു 1000 ആളെ സാധു കല്യാണം കൊണ്ട് നിശ്ചയിച്ചത്. അതെനിക്ക് തോന്നി ഇത് ഭയങ്കര കാര്യമല്ലേ. ഞങ്ങൾ ഓരോരുത്തരും അവനവൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളില്ലെങ്കിൽ ലോകമില്ല. നിങ്ങളില്ലെങ്കിൽ ലോകമില്ല. നിങ്ങളുടെ അവയവങ്ങളെ കുറിച്ച് മാത്രം ഒരു ധാരണ. നിങ്ങളുടെ ന്യൂറോൺസ്, തലച്ചോറ്, 80 ബില്യൺ തലച്ചോറ്, ബില്യൺ ന്യൂറോൺസ്. ഒരു ഭൂമിയെ 2 തവണ ചുറ്റേണ്ട അത്രയുള്ള ന്യൂറോൺസ്. അതുള്ള ഈ തലക്കുടുക്കയാണോ നിങ്ങൾ ഇങ്ങനെ പുച്ഛിച്ച് തള്ളിയത്? ന്യൂറോ സയൻസ്. നിങ്ങളുടെ ബ്രെയിൻ അപാരമായ കഴിവുപയോഗിക്കുക. ന്യൂറോ സയൻസ് മാത്രം പഠിക്കുക. ന്യൂറോ ജെനസിസ്. നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളുടേതാക്കി മാറ്റും. അതാണ് ഇവിടെ പറയുന്ന കാര്യം. ലാസ്റ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു.
നമ്മൾ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ്, മറ്റുള്ളവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, തെറ്റൊന്നുമില്ല. നമ്മൾക്കില്ല കുഴപ്പം എന്താ അറിയോ, നല്ലത് പറയാൻ നമുക്ക് ഇഷ്ടമല്ല. തന്റെ സുഹൃത്ത് ജീവിതത്തിൽ വിജയിച്ചാൽ അയാൾ അരുവത്തേ പോകില്ല. കട്ട പുകയായാലും നാലാളോട് പറയാൻ നമുക്ക് വാശിയാണ്. ആ അനുഭവം ഇല്ലാത്തവരാരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നെഗറ്റീവ് ടോക്ക് ചെയ്തല്ല കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും ഒന്നുമില്ല, ഞാൻ വിനീഷ് ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം ഇങ്ങനെ ഒന്ന് തുടങ്ങണം സാർ എന്ന് പറഞ്ഞത്, അതിന് പറ്റിയ ഒരു സൂം ഒക്കെ കണക്ട് ചെയ്തു. ഇറ്റ്സ് ഗ്രേറ്റ് തിങ്. അപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റണം, ആത്മാർത്ഥമായിട്ടുണ്ടോ. സർവീസ് ഫസ്റ്റ് മെന്റാലിറ്റി, സർവീസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സമ്പന്നനായ PNC മേനോൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു. ശോഭ ബിൽഡേഴ്സ്, അദ്ദേഹം ജീവിതത്തിൽ വളരെ ഗതികെട്ട ഒരു മനുഷ്യനായിരുന്നു. BCom പഠിച്ച് ഒരു എറണാകുളത്തുള്ള ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം അവിടെ വരുന്ന എല്ലാ വിദേശികളായ ആൾക്കാരെയും വളരെ നന്നായി സർവീസ് ചെയ്യും. അപ്പൊ എനിക്കൊന്ന് ഏതൊരു വിദേശിയായ ഒമാനിലാണ്, അയാള് ഒരു അറബി പറഞ്ഞു, നീ എന്റെ കൂടെ പോയിരുന്നോ. അങ്ങനെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആശയങ്ങൾ വന്നു. അങ്ങനെ ചെറിയൊരു ബിൽഡിംഗ് അല്ല ബിൽഡറായി. പക്ഷെ അയാൾ സർവീസിലാണ് പ്രാധാന്യം. ലോകത്ത് വിജയിച്ച എല്ലാ ഉൽപ്പന്നങ്ങളും സർവീസാണല്ലോ. അതുകൊണ്ട് ടാറ്റ ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല ഒരു മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി ടാറ്റ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി. ഞാൻ ടാറ്റയെ കുറിച്ച് പറയാൻ കാരണം അതിന്റെ ഒരു കോൺസെപ്റ്റാണ്. ടാറ്റയോടുള്ള ഭ്രമം കൊണ്ടല്ല, സർവീസ് ഫസ്റ്റ് മെന്റാലിറ്റി. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആക്ടിവേറ്റഡ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഒരാളെന്ന യു ആർ ഇമ്പോർട്ടന്റ് ആറ്റിറ്റ്യൂഡ്, സർവീസ് ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിന് ആവശ്യമായി ഈ അധ്യായത്തിൽ നമ്മുടെ ഡേവിഡ് ശുഭാഷ് പറയുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മിക്കൊന്നും വേണ്ട. ഇതിലെ കുറച്ച് കാര്യങ്ങളൊന്ന് സ്വയം ചിന്തിക്കണം. പുസ്തകത്തിൽ പോയിന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, അത് ഇടക്കിടയ്ക്ക് നോക്കണം. അത് ഇടക്കിടയ്ക്ക് ഈ പുസ്തകം വായിക്കണം. ഇത് നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കണം. നിങ്ങളത് വായിക്കൂ, 1, 2, 3, 4, 5 തവണ വായിക്കൂ. കാരണം ഓരോ വായനയിലും നിങ്ങളിലെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ വായനയിലും നിങ്ങളിലെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആവും. അതുകൊണ്ടാണ് ആ ഡേവിഡ് ശുഭാഷ് എന്ന മനുഷ്യനെ ഞാൻ ആരാധിക്കുന്നത്. ഇത്രയും മില്യൺസ്, അതിന്റെ കോപ്പികൾ എത്താന്ന് എനിക്കറിയില്ല, എത്രയാ പോകുന്ന എനിക്കറിയില്ല. കോടിക്കണക്കിന് ആൾക്കാർ വായിച്ചൊരു പുസ്തകം അവർക്കൊക്കെ പ്രതീക്ഷ നൽകി. അദ്ദേഹം അത്ഭുതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ജീവിത തത്വശാസ്ത്രങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇതിനൊരു 10 മിനിറ്റ് കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, ഒരു ചർച്ചയിലേക്ക് പോകാം. ഏതായാലും ഇത്രയും സമയം വളരെ ശാന്തമായി കണ്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതായാലും തുടക്കത്തിൽ 10-20 ആൾ, കുറച്ചാൾ ഉറങ്ങാൻ പോയി, കുഴപ്പമില്ല. 10-97 പേര് ഇപ്പോഴും ഉണ്ട്. അതൊരു ചെറിയ ക്രൗഡല്ല. ഔട്ട് ഫിനിഷ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്കിന്ന് അത് ടോട്ടൽ ബുക്കിൽ എനിക്ക് തോന്നുന്നു 13 ചാപ്റ്റർ ആണ് തോന്നുന്നു അല്ലേ സാറേ? 8 ചാപ്റ്ററുകൾ നമ്മൾ ഈ 4 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ഹൗ ടു തിങ്ക് ലൈക്ക് എ ലീഡർ എന്നാണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന പുസ്തകം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന നെപ്പോളിയൻ ഹില്ലിന്റെ പുസ്തകമാണ്. പ്രിയപ്പെട്ടവർ അതൊന്ന് വാങ്ങിച്ചപ്പോഴേ തന്നെ സൂക്ഷിച്ചു വെക്കുക. അത് ആ പുസ്തകത്തിലാണ് ഇനി അടുത്തെടുക്കാൻ പോകുന്നത് ഈ ഇത് കഴിഞ്ഞ ഉടനെ. ഓക്കെ. അപ്പോ ഈ ഒരു സമയം 9:15 മുതൽ 10:15 വരെ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ഇങ്ങനെ നമ്മളൊരു പറഞ്ഞ സമയത്ത് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് തന്ന നമ്മുടെ രമേശ മാഷ്ക്ക് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തുള്ള നന്ദി അറിയിക്കാം. അതേപോലെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് തന്നത് മനോജ് സാറാണ്. അദ്ദേഹത്തിനും നമ്മുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. അപ്പോ സാർ പറഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒരു ബിസിനസ് ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. നല്ല എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ഉള്ള ഒരു നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം. പ്ലീസ് സെൻഡ് എ മെസ്സേജ് ടു മീ ഫസ്റ്റ്. എന്നിട്ട് വിളിക്കാം. ചിലപ്പോൾ ഞാൻ തിരക്കിലാണ്, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. വളരെ സ്നേഹത്തോടെയാണ് ഉണ്ണി സാർ അത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും കൂട്ടുകാരെ ഉണ്ടായിരിക്കാം. നമുക്ക് അവരെ രക്ഷപ്പെടാം. കാരണം മാത്രമല്ല, ഇതൊരു വലിയൊരു മുന്നോട്ടുള്ള മൂവ്മെന്റ് ആണ്. പലരുടെയും സഹകരണത്തോടെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താം.
ഞാൻ പറയുന്ന ഒരു കഥ, ഒരു എക്സാമ്പിൾ, ഞാൻ എല്ലാ ട്രെയിനിങ്ങും പറയാറുണ്ട്. 20 വലിയ കല്ലുകൾ, 20 വ്യക്തികൾ, ഓരോരുത്തർ ഓരോ കല്ലെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. 20 ആൾക്കാരുടെ ഒന്നിച്ചാൽ ഓരോ കല്ലുകൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റാൻ പറ്റും. ദിസ് ഈസ് ദ സക്സസ് ഓഫ് ലൈഫ്. വെരി സിമ്പിൾ എക്സാമ്പിൾ. പക്ഷെ ആരും അത് ശ്രമിക്കുന്നത്. താക്കോലില്ലാത്ത ഒരു പൂട്ടും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ താക്കോൽ എവിടെയാന്നുള്ളത് തപ്പി നടക്കുന്ന സമയത്താണ് ലൈഫിൽ ഒരു മെന്റർ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സാർ. യാത്രയില്ലാത്തതുകൊണ്ട് കട്ടായി പോകുന്നുണ്ടാവും. അതെ, ഓക്കെ, അടുത്ത 130 ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുന്ന സന്തോഷം. എല്ലാവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിരീക്ഷിക്കുന്നത്. സമയപരിമിതി മാത്രമേ നമുക്കുള്ളൂ. മനോജ് സാറ് യാത്രയിലാണ്. മനോജ് സാറിന്റെ നമുക്ക് ഈ സൂം നമുക്ക് അനുവദിച്ച് ചെയ്തത് മനോജ് സാറിന്റെ. മനോജ് സാറിന്റെ യാത്രയിലാണോ? സാർ കേൾക്കുന്നുണ്ടോ? സാറേ, ഹലോ. സാറേ, ഓക്കെ, കേൾക്കുന്നുണ്ടോ? സാർ. ഞാൻ യാത്രയിലാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്നത്. എന്തായാലും സാറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്. നിരാശയിലും വേദനയിലും ഒക്കെ കഴിയുന്ന ഒരു വലിയ സമൂഹത്തിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പരിശ്രമിക്കുന്നത്. ഡയറക്ട് സെല്ലിങ്ങിൽ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഡയറക്ട് സെല്ലിങ് കൃത്യമായിട്ട് ഏറ്റെടുത്ത ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും. എല്ലാം തകർന്നാലും വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച മനസ്സ് ഡയറക്ട് സെല്ലിങ് വന്ന് ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അതൊന്നും കൂടി ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ള രീതിയിലുള്ള വലിയ വലിയ ചിന്തകൾ നമ്മളെ വലിയ രീതിയിലേക്ക് ഉയർത്തും. എന്ത് തകർന്നാലും നമ്മൾ മാനസികമായിട്ട് തകരാതിരുന്നാൽ മതി എന്നുള്ള ഒരു ആശയമാണ് സാറ് പല പുസ്തകങ്ങളിലൂടെയും നമ്മളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അസറ്റാണ് സാറ്. നമ്മളിങ്ങനെ എന്താ പറയാ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ വലിയൊരു ദൈവനിമിത്തമാണ്. ഒരു മെന്ററായിട്ട് നമുക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ദൈവം നമ്മളേക്ക് എത്തിച്ച ഒരു മഹാവ്യക്തിയാണ് രമേശൻ സാറ്. അതിന് നിമിത്തമായി മാറിയത് നമ്മളെല്ലാം പ്രിയങ്കരനായ മിനീഷ് സാറാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട് ഇല്ലേ? ചില സമയങ്ങളിൽ പ്രകൃതി ചില കാര്യങ്ങൾ നടത്തിത്തരും. അങ്ങനെ മിനീഷ് സാറായിട്ടും രമേശൻ സാറിന് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ എത്തപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എത്തി. എന്തായാലും സാറിന്റെ 2-3 ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു. വയനാട്ടിൽ നടന്ന RTPയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു. എന്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ണൂരത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് വടകരയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഇനി ശനിയും ഞായറും അവിടെ RTP ആണ്. എല്ലാവരും ആ പ്രോഗ്രാമിൽ പരമാവധി പങ്കെടുക്കാൻ നോക്കുക. നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മളെ ലെവൽ വേറെ ഒന്ന് മാറുന്നുള്ളതാണ്. മാനസികമായിട്ട് നമ്മൾ വേറെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാം നമ്മുടെ വളർച്ചയുടെയൊക്കെ അടിസ്ഥാനം അത് തന്നെയാണ്. അപ്പൊ 2 ദിവസത്തെ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും വേറൊരു ലെവലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. ഇവിടെ ബിസിനസ് ഒന്നുമല്ല, ആദ്യം നല്ലൊരു മനുഷ്യനാകുക എന്നുള്ളതാണ്. നല്ലൊരു മനുഷ്യനായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുള്ളൂ. ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിന് മാത്രമല്ല ഈ പറയുന്നത്. അതിലേക്ക് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ ഒരു അറിവിന്റെ ഭണ്ഡാകാരമാണ് രമേശൻ സാറ്. വളരെ നിഷ്കളങ്കമായിട്ട് ചിരിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് യാതൊരു ധാർഷ്ട്യമോ അഹങ്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്താ പറയാ അങ്ങനെയുള്ള ചിന്താഗതി, പൈസ വാങ്ങണം എന്നുള്ളൊരു ചിന്താഗതി ഒന്നുമില്ലാത്ത വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിട്ടാണ്, ഒരു വലിയ വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോഴും പരിചയപ്പെട്ടതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ ഇന്ന് നമുക്കറിയാം പലരും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ ഈ കഴിവുകൾ ഉപയോഗിക്കാറുള്ളതെന്നാണ്. പലരെയും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതുപോലുള്ള ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഒക്കെ കൊടുത്തിട്ട് പണം ഉണ്ടാക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ പ്രിയങ്കരനായ രമേശൻ സാർ. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമുക്ക് സാറിന്റെ പാത പിന്തുടർന്നാല് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്ന ആളുകൾക്കും അദ്ദേഹം സാറ് പറഞ്ഞ രീതിയിൽ ഒത്തിരി ട്രെയിനേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ കഴിവുള്ളവർക്ക് ഇവിടെ വളരാനും വികസിക്കാനും സാധിക്കും. അല്ലാത്തവർക്ക് തങ്ങളുടേതായ ലക്ഷ്യങ്ങളിലേക്ക് ഫാസ്റ്റായിട്ട് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധിയും കൊണ്ട് ചിരി ഉണ്ടാകുക എന്നുള്ളതാണ്. ഞാനൊക്കെ വിജയിച്ചതിന്റെ കാരണം തന്നെ അതാണ്. എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളെയൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ക്ലാസ്സാണ്. ഇപ്പൊ ഇത് 3ാമത്തെ ക്ലാസ് ആണെന്ന് എന്റെ ഓർമ്മ. ഞാൻ പലപ്പോഴും യാത്രയിലൊക്കെ ആയതുകൊണ്ട് എന്നാലും കേൾക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരുടെയും മനസ്സ് തുറക്കുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയോ ആയി മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന
ക്ലാസ് തന്നെയായിരുന്നു ഇന്നത്തും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ആ പ്രദേശത്തുള്ള ആള് പരമാവധി നമ്മുടെ ഈ ആർട്ടിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ ഉടനെ എറണാകുളത്ത് സാറിന്റെ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ന്യൂറോ പാത്തുമായിട്ട് ബന്ധപ്പെട്ട്. അത് 23-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. അതിന് വരാൻ താല്പര്യമുള്ളവർ നേരത്തെ അറിയിക്കണം. കാരണം അത് 1 ഡേ പ്രോഗ്രാമാണ്. നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. വളരെ നോർമൽ ആയിട്ടുള്ള അവിടെ റെന്റ് കൊടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയുള്ള ചെറിയൊരു എമൗണ്ട് 399 രൂപയാണ് നമ്മൾ ഇതിന് എൻട്രി ഫീ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതെല്ലാം ലീഡേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാറിന്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വലിയൊരു കൂട്ടായ്മ, ഒരു മനുഷ്യത്വത്തിന്റെ കൂട്ടായ്മയാണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് ബിസിനസ് മാത്രമല്ല ഇവിടെ, ഒരു മനുഷ്യത്വത്തിന്റെ വലിയൊരു കൂട്ടായ്മ നമ്മളിവിടെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവാണ്. അതിനകത്ത് എല്ലാവരും ഭാഗവാക്കണം. നമുക്ക് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വരുന്ന പണം പല രീതിയിലും നമുക്ക് സമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്കത് എല്ലാവരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ. ഇപ്പൊ സാറ് കല്ലിന്റെ കഥ പറഞ്ഞില്ലേ, 20 വലിയ കല്ല് അവിടെ വെച്ചിട്ട് ഓരോരാളോടും കല്ലെടുക്കാൻ പറഞ്ഞാൽ കല്ല് അനക്കാൻ പറ്റില്ല അല്ലെ. എല്ലാവരും ഓരോരാളെ കല്ല്, എന്റെ കല്ല് ഇതാണ്, എന്റെ കല്ല് ഇതാണെന്ന് പറഞ്ഞാൽ കല്ല് അനക്കാൻ പറ്റില്ല അവിടുന്ന്. പക്ഷെ 20 പേരും കൂടി ചെന്നിട്ട് ഒറ്റ കല്ലിനെ മറിക്കാൻ വിചാരിച്ച സിമ്പിൾ ആയിട്ട് സാധിക്കുന്നല്ലേ. അതുപോലെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ആശംസകളും രമേശൻ സാർ. വൈകി ഓക്കെ, താങ്ക് യു സാർ. ഞങ്ങള് ഒരു നിറദീപമായിട്ട്, ഞങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് താങ്കളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമെന്ന സ്നേഹത്തിന്റെ ഭാഷയിൽ വിനയത്തോടു കൂടിയിട്ട് ബഹുമാനത്തോടു കൂടിയിട്ട് അങ്ങോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. സാറ് ക്ലോസ് ചെയ്തോളൂ. അല്ല, ഒന്നില്ല, എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തുമാവട്ടെ നിങ്ങൾ ചെയ്യുന്നത്, ബിസിനസ് ആവാം അല്ലാത്തതാവാം എന്ന് അതൊന്നും ഒരു വിഷയമായി എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഒറ്റ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല വിജയിക്കാൻ പറ്റുക, ഒട്ടനവധി ആൾക്കാരെ കൂടെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഈ ലോകത്ത് വിട്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രിന്റ് ഉണ്ടാക്കിയിട്ട് മരിക്കാൻ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് APJ എന്നെ പഠിപ്പിച്ച പാഠം. അത് തന്നെ ആയിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. വി ക്യാൻ ഷിഫ്റ്റ് ഓൺ ദ നെക്സ്റ്റ് തേഴ്സ്ഡേ വിത്ത് ദി കണ്ടിന്യൂഷൻ ഓഫ് ദിസ് ബുക്ക്. അതിനുശേഷം ഞാൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്കാണ് പോകുന്നത്. ആ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കാൻ നോക്കുക. ഈ പുസ്തകം വായിക്കുന്നത് തുടരുക, അല്ലാതെ കേട്ട് മാത്രം പോരുത്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു.